Good morning. So, we will discuss income from other source. Income from other source. Students, we chapter discuss areas. The method of accounting. Method of accounting, section 145. Section 145. Then, normally, we will chapters discuss chargeability. Chargeability of IFOs. So, we will last head capital gains discuss stop the section 55 discuss so salary chargeability section salary chargeability section then house property chargeability section 22. Okay, then business PGBP chargeability section PGBP section 28. Then capital gains section 45 subsection 1 number discuss then 45 to 55 sections capital gains cover then IFOs. So chargeability section section 56. Section 56 so രണ്ട് major section ആണ് വരുന്നത് രണ്ട് section ആണ് section 56 subsection 1 ഉം section 56 subsection 2 ഉം so ഇതിനകത്ത് നമുക്ക് section must ആയിട്ട് തന്നെ കൂട്ടി ചെയ്യണം ഇന്നത്തെ 56 subsection 2 ലെ കുറേ കാര്യങ്ങളാണ് നമ്മൾ in depth ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ക്ലോസ് ഉൾപ്പെടെ നമ്മൾ എക്സാമിനെ കൂട്ടി ചെയ്യണം so ഇത് ജനറൽ ആയിട്ട് പറയുന്ന സെക്ഷൻ ആണ് 56 ജനറൽ ഇത് സ്പെസിഫിക് ആയിട്ട് IFOs ലെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ വരും എങ്ങനെയാണ് അതിന്റെ ടാക്സബിലിറ്റി വരുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 സോ ഇതിനകത്ത് ഓരോ ക്ലോസും നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യും നമ്മൾ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻ വരെയുള്ള 4 ഹെഡ് കഴിഞ്ഞിട്ട് അതിലൊന്നും പെടാതെ വരുന്നത് അതർ സോഴ്സിലേക്ക് വരുന്നത് ഏതൊക്കെയാണ് സ്പെസിഫിക്കലി ഏതൊക്കെയാണ് അതർ സോഴ്സിൽ ടാക്സ് ചെയ്യുന്നത് then deductions so IFOs ൽ വരുന്ന deductions section 57 ആണ് പറയുന്നത് section 57 ആണ് then deductions so ഏതിനൊക്കെയാണ് deductions not allowed deductions allow ചെയ്യാത്ത so നമുക്ക് so അതർ സോഴ്സിലാണ് ഇൻകം എന്ന രീതിയിൽ വന്നു അതിൽ നിന്ന് കുറച്ച് കാണിക്കണം അസസ് വരുന്നു ബട്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത് സെക്ഷൻ 58 സെക്ഷൻ 58 അല്ലേ സോ 3 മേജർ സെക്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് സെക്ഷൻ 56 ആണ് ചാർജബിലിറ്റി സെക്ഷൻ സോ ഇതിനകത്ത് രണ്ട് ഡിഡക്ഷൻസ് വരുന്ന എന്തൊക്കെ ഡിഡക്ട് ചെയ്യാൻ പറ്റും IFOs വരുന്ന ഇൻകത്തിൽ നിന്ന് ദെൻ ഈ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതെന്തായിട്ട് കിട്ടില്ല IFOs ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നതാണ് സെക്ഷൻ 58 മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് സോ നമ്മൾ PGBP പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 145 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് PGBP or income from other source shall be computed in accordance with so ഇത് എന്താണ് ക്യാഷ് or mercantile so ഇവിടെ നമുക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കമ്പനീസ് ആക്ട് വരാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ഡബിൾ എൻട്രി അല്ലെങ്കിൽ സിസ്റ്റത്തിലാണ് ബട്ട് നമുക്കിവിടെ പറയുന്നത് ഇൻകം അണ്ടർ ദ ഹെഡ് PGBP യിലെ ഇൻകം കണ്ടുപിടിക്കും ദാറ്റ് മീൻസ് എന്ത് പർപ്പസിന് വേണ്ടി മാത്രം ഇൻകം ടാക്സ് പർപ്പസിന് ടാക്സബിൾ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ PGBP ഹെഡിലെ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാഷ് മെത്തേഡ് ദാറ്റ് മീൻസ് ക്യാഷ് റിസീവ്ഡ് അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് അപ്പോഴാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ത് പർപ്പസിന് വേണ്ടി മാത്രം സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ അല്ല പറയുന്നത് PGBP ഇൻകം കണ്ടുപിടിക്കാൻ നമ്മൾ ക്യാഷ് മെത്തേഡിലാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ മെർക്കൻഡൈൽ ആണെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം അതേപോലെ തന്നെ IFOs
എപ്പോഴാണോ കിട്ടുന്നത് ക്യാഷ് റെസീറ്റ് അല്ലെങ്കിൽ ക്യാഷ് പെയ്ഡ് അതിന്റെ ബേസിസിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാഷും ആകാം, അല്ലെങ്കിൽ രണ്ട് കേസിലും എന്താകാം മെർക്കൻഡൈൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആകാം. സോ PGBP ഇൻകവും അല്ലെങ്കിൽ IFOസിൽ ഉണ്ടാകുന്ന ഇൻകവും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എന്താണ് ക്യാഷ് ബേസിസിലോ മെർക്കൻഡൈൽ ബേസിസിലോ ഏത് ബേസിസിലാണ് അസസി റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആ സിസ്റ്റം ഫോളോ ചെയ്യാം എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ജനറലി സെക്ഷൻ 56 സബ്സെക്ഷനിലേക്ക് വരികയാണ്. ജനറലി നമ്മളിവിടെ പറഞ്ഞു ജനറൽ ആയിട്ട് IFOസിൽ ഇൻകം വരുന്ന ഇൻകം ആണ്. സോ നമ്മൾ ജനറലി എങ്ങനെയാണ് IFOസിലെ ഇൻകം വരുന്നത് കണ്ടുപിടിക്കുന്നത്? ജനറലി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? സോ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഒരു പേയ്മെന്റ് വന്നാൽ എവിടെ വരും? സാലറിയിൽ വരും. ദെൻ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ ആനുവൽ വാല്യൂ അതിന് ഞാൻ റെന്റിന് കൊടുത്തു, അതിൽ നിന്ന് ഇൻകം കിട്ടിയാൽ എവിടെ കാണിക്കും? ഹൗസ് പ്രോപ്പർട്ടിയിൽ. ദെൻ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു, ബിസിനസ് ദാറ്റ് മീൻസ് 28 ചാർജ് ചെയ്ത രീതിയിൽ ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് ഇൻകം. സോ എന്റെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എവിടെ കാണിക്കും ഇൻകം? അല്ലെ? സോ പിന്നീട് 2 സബ്സെക്ഷൻ 14 പ്രകാരം എന്റെ ക്യാപിറ്റൽ അസറ്റ് ഞാൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം ട്രാൻസ്ഫർ ചെയ്തു, അതിനൊക്കെ ഉണ്ടാകുന്ന ഇൻകം എന്ത് ചെയ്യും? എവിടെ കാണിക്കും? ക്യാപിറ്റൽ ഗെയിൻ. സോ എനിക്കൊരു ഇൻകം ഉണ്ട്, സാലറിയിൽ കാണിക്കാൻ പറ്റില്ല, ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിക്കാൻ പറ്റില്ല, PGBPയിൽ കാണിക്കാൻ പറ്റില്ല, ക്യാപിറ്റൽ ഗെയിൻ 4 ഹെഡിലും പറ്റില്ല എങ്കിൽ പക്ഷെ എനിക്ക് എന്താണ് ഇൻകം ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് ഇൻകം ഉണ്ടായിട്ടുണ്ടോ? ഇൻകം ടാക്സ് അതോറിറ്റി എന്താണ് പറയുന്നത്? അത് എന്തിന് ചാർജ് ചെയ്യും? ടാക്സ് അടയ്ക്കണം. ഇൻകത്തിന്റെ പുറത്ത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. സോ എനിക്കൊരു ഇൻകം ഉണ്ടായി, ഈ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഈ 4 ഹെഡിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എവിടെ കൊണ്ടിടും? IFOs. സോ അതാണ് കേട്ടോ 56 സബ്സെക്ഷൻ 1 ജനറൽ സെക്ഷൻ ആണ്. എനി ഇൻകം വിച്ച് ഈസ് നോട്ട് ടാക്സബിൾ കേട്ടോ. സോ ഇൻകം ഉണ്ടായി, എന്താണ് അത്? സാലറി ഹെഡിൽ പറ്റൂല, എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ പറ്റില്ല, PGBPയിൽ പറ്റില്ല, എന്താണ് പിന്നെ ക്യാപിറ്റൽ ഗെയിൻസിലും പറ്റില്ല. ദാറ്റ് ഇൻകം ഷാൽ ബി ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ ഇത്രയും ഹെഡിൽ എന്താണ് ടാക്സ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയും ഹെഡിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എന്താണ്? ബട്ട് ആക്ച്വലി എനിക്ക് എന്തുണ്ട്? ഇൻകം ഉണ്ടായിട്ടുണ്ട്. ഇൻകം ഉണ്ടായിട്ടുണ്ടോ? സോ എന്ത് നോക്കും? സാലറി സെക്ഷൻ 15 വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും, പറ്റില്ല. NDT നോക്കും, 28 നോക്കും, 45 സബ്സെക്ഷൻ 1 നോക്കും. ഇതൊന്നും എന്താണ് ഈ പറയുന്ന ഹെഡിൽ ഒന്നും കവർ ചെയ്യില്ല. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇൻകം ഫോർ ദ അസസി. ദെൻ പേടിക്കേണ്ട എന്താണ്? എവിടെ കൊണ്ടിട്ടോ? ഈ ഇൻകം IFOസിൽ. ജനറൽ സെക്ഷൻ ആണ്. ഈ പറയുന്ന 4 ഹെഡിലും വരാത്ത എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം എവിടെ കൊണ്ടിട്ടോണം? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യുന്നു. ക്ലിയർ ആണോ പോയിന്റ്? സോ ഇനിയാണ് നമ്മുടെ മേജർ സെക്ഷൻ. സെക്ഷൻ 56 സബ്സെക്ഷൻ 2. സെക്ഷൻ 56 സബ്സെക്ഷൻ 2 അത് പറയുന്നത് ഓരോന്നും. സോ ഫസ്റ്റ് വൺ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്, നമുക്ക് ഡിവിഡൻഡ് കിട്ടിയാൽ എന്താണ്? എവിടെ ടാക്സ് ചെയ്യണം? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 1 പ്രകാരം ഡിവിഡൻഡ് ഇൻകം എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? സോ ഡിവിഡൻഡ് ഇൻകം എന്റെ സാലറിയിൽ ടാക്സ് ചെയ്യാൻ പറ്റുമോ? ഡിവിഡൻഡ് കിട്ടിയാൽ എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി പറ്റുണ്ടോ? ഒന്നിലും പറ്റില്ല. സോ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കണം ഏത് സെക്ഷൻ പ്രകാരം? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 1 പ്രകാരം ഡിവിഡൻഡ് ഇൻകം എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? അതർ സോഴ്സ്. ഓക്കെ. ദെൻ ഡിവിഡൻഡ് നമ്മൾ ഇൻഡെപ്ത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ കാഷ്വൽ ഇൻകം. എന്താണ് ഈ കാഷ്വൽ ഇൻകം മീൻസ്? എന്താണ് കാഷ്വൽ ഇൻകം മീൻസ്? വിന്നിംഗ് ഫ്രം ലോട്ടറി. അതേ കണക്കുള്ള കേസസിലെല്ലാം വരുന്ന ഇൻകം നോക്കുന്നത് കാഷ്വൽ ഇൻകം. ദാറ്റ് മീൻസ് എന്താണ്? അത് സ്ഥിരമായിട്ട് കിട്ടുന്നതല്ല. സോ വിന്നിംഗ്സ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻകം എങ്ങനെയാണ്? സോ ഏതെങ്കിലും ഹെഡിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സോ ഞാനൊരു ലോട്ടറി എടുത്തു, അത് എനിക്ക് സാലറിയിൽ കാണിക്കാൻ പറ്റും? ഹൗസ് പ്രോപ്പർട്ടിയിൽ പറ്റില്ല, PGBPയിൽ പറ്റില്ല, ക്യാപിറ്റൽ ഗെയിൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് കാഷ്വൽ ഇൻകം. സോ അത് എങ്ങനെ ടാക്സ് ചെയ്യണം, അതിന് എന്താണ് ടാക്സ് റേറ്റ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത് എവിടെയാണ്? അതർ സോഴ്സിലാണ് പറയുന്നത്. വിന്നിംഗ്സ് ഫ്രം ലോട്ടറി ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കാഷ്വൽ ഇൻകം. ദെൻ
നെക്സ്റ്റ് വൺ, ഈ പറഞ്ഞ പോയിന്റ് എവിടെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്? സോ ഇത് കേട്ടിട്ടില്ല. കൺസിഡറേഷൻ റിസീവ്ഡ് ഫ്രം ക്ലോസ്ലി ഹെൽഡ് കമ്പനി, നമ്മൾ അത് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ, ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. നമ്മൾ 45 സബ്സെക്ഷൻ 5 നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? കോമ്പൻസേഷൻ എന്താണ്? കോമ്പൻസേഷൻ പറഞ്ഞിരുന്നു, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. സോ അവിടെയൊക്കെ എന്താണ്? കോമ്പൻസേഷൻ കിട്ടുന്നതും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്ന സെനാരിയോ ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ ഇവിടെ എന്താണ് പറയുന്നത്? ആ കോമ്പൻസേഷൻ കിട്ടിയാൽ നമുക്ക് എന്താണ്? അത് താമസിച്ച് കിട്ടി, അതുകൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ്. കോമ്പൻസേഷൻ എമൗണ്ട് അല്ല, കോമ്പൻസേഷൻ എമൗണ്ട് കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷനും എവിടെ കവർ ചെയ്യും? 45 സെക്ഷൻ 45 സബ്സെക്ഷൻ 5 എവിടെ കവർ ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻസിൽ കവർ ചെയ്യും. പക്ഷേ എനിക്ക് കിട്ടേണ്ടത് കഴിഞ്ഞ വർഷം കിട്ടേണ്ടായിരുന്നു, സോ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് കിട്ടേണ്ട കോമ്പൻസേഷൻ ആയിരുന്നു. 2 വർഷത്തിന് ശേഷം നമ്മുടെ പ്രീവിയസ് ഇയറിൽ അതിന് എന്ത് കിട്ടി? കോമ്പൻസേഷനും കിട്ടി, അതിന്റെ പുറത്ത് എന്താണ്? 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ കിട്ടി, ടോട്ടൽ എമൗണ്ട്. സോ അതില് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ആൻഡ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് എവിടെ പറഞ്ഞിട്ടില്ല. കോമ്പൻസേഷൻ, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, ആക്ച്വൽ കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്ന കേസാണ് എവിടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 5 ഡിസ്കസ് ചെയ്തത്. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് കോമ്പൻസേഷൻ കിട്ടിയത് കൊണ്ട് നമുക്ക് എക്സസ് ആയിട്ട് കിട്ടിയ ഇൻട്രസ്റ്റ് എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? IFOSലാണ് ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമ്മൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അതിനകത്ത് എന്തെങ്കിലും ഇൻട്രഡക്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ഇതാണ് നമ്മൾ ഏതെങ്കിലും ഹെഡിൽ നിങ്ങൾ കണ്ടായിരുന്നോ? അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ്. അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ്. സോ ഏത് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു? ക്യാപിറ്റൽ ഗെയിൻസിൽ സെക്ഷൻ 51 അല്ലെ? അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ ഡാഷ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. 1/4/2014. സോ 1/4/2014 മുമ്പ് അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ആണെങ്കിൽ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇന്ന് കുറച്ച് കാണിക്കും, ക്യാപിറ്റൽ ഗെയിനിലാണ് അതിന്റെ എഫക്ട് വരുന്നത്. പക്ഷേ 1/4/2014 അന്നോ ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണ് അഡ്വാൻസ് മണി റിസീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്യുന്നത് എങ്കിൽ എന്താണ്? ഏത് പ്രീവിയസ് ഇയറിലാണോ ആ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നത്, ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് ടാക്സ് ചെയ്യും? ഓൾറെഡി അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു IFOS. അതാണ് ഈ പോയിന്റിൽ അത് മാത്രമാണ് പറയുന്നത്. സോ ആ പർട്ടിക്കുലർ ഡേറ്റ് 1/4/2014, ദാറ്റ് മീൻസ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണ് അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടെ ടാക്സ് ചെയ്യും? ഏത് പ്രീവിയസ് ഇയറിലാണോ ആ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിൽ ആ എമൗണ്ട് എന്തായിട്ട് ടാക്സ് ചെയ്യും? ഇൻകം അണ്ടർ ദ ഹെഡ് IFOS. ഓക്കെ, IFOS ടാക്സ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ്. സോ ലാസ്റ്റ് ഇയറിന് മുമ്പ് വരെ ഡിവിഡൻഡ് നമുക്ക് ഒത്തിരി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ റൈറ്റ് നൗ ഡിവിഡൻഡിൽ അത്രത്തോളം പ്രശ്നങ്ങളില്ല. സോ ഡിവിഡൻഡ് എല്ലാം ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നതാണ്. സോ അല്ലെങ്കിൽ ഓരോന്നും ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ഇയർ മുതൽ സേഫ് ആണ്. സോ ഡിവിഡൻഡിന്റെ ഒരുപാട് ഡിസ്കഷൻ ഇല്ല, ബട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വരുന്ന ഇതാണ് സം ഓഫ് മണി ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ആസ് ഗിഫ്റ്റ്. സോ ഗിഫ്റ്റിന്റെ ടാക്സേഷൻ. ഗിഫ്റ്റ് കിട്ടിയാൽ എനിക്ക് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുമെങ്കിൽ എത്രത്തോളം അട്രാക്ട് ചെയ്യും, എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന എവിടെയാണ്? സോ വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ 56 സബ്സെക്ഷൻ 2. 56 subsection 2 clause 10. 56 subsection 2 clause 10. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെന്റ്സ് ഡ്യൂ ഓർ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ടേംസ് ഓഫ് കണ്ടീഷൻ റിലേറ്റിംഗ് ടു. സോ സാലറിയിൽ പെടുന്നില്ല എങ്കിൽ ഇവിടെ വരും ഫോളോയിങ് ഇൻകം ചാർജബിൾ അണ്ടർ IFOS only if it is not chargeable under the head PGBP. Sum received by any sum received by employer from his employee as contribution to any provident fund. So employer from his employee as contribution to provident fund, superannuation fund, any other fund for the welfare of employee. Then interest on securities, income from letting out higher
of machinery and plant or furniture. So ഇതെന്റെ ബിസിനസ് അല്ല എങ്കിൽ എനിക്കൊരു മെഷീനറി ഉണ്ട്. സോ ഒരു മെഷീനറി ഉണ്ട്, അത് റെന്റിന് കൊടുത്ത് കിട്ടുന്ന ഇൻകം, റെന്റിന് കൊടുത്ത് കിട്ടുന്ന ഇൻകം. Then letting out of building inseparable from letting out of machinery. So നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇൻസെപ്പറബിൾ ആണ് സെപ്പറബിൾ കേസിനകത്ത്. സോ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IFOS വരും എന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. Any sum received under Keyman insurance policy including bonus on such policy. Okay. Then not following any other head, income from subletting of house property, interest on bank deposit, interest on company deposit, interest on income tax refund, interest on employees contribution to URPF. So നമ്മളത് സാലറി ഡിസ്കസ് ചെയ്തതാണ്. Income from activities owning and maintaining racehorse, family pension, income from subletting house property, salary of MP, MLA, MLC, agricultural income from land situated outside India, royalty income. Okay. So ഇതിനകത്ത് ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ഡെപ്ത്. So dividend income, casual income, closely held കമ്പനിയുടെ കേസിൽ consideration received in excess of fair market value or shares, where such shares issued at premium. A case interest on compensation and enhanced compensation. Interest, advance money received and forfeited, then gift in the taxation. Okay. Clear? Yes, sir. Then first dividend. So first dividend ആണ് നമ്മൾ ഇൻ ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിവിഡൻഡിന്റെ ഇൻകത്തിന്റെ ടാക്സബിലിറ്റി. സോ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡീംഡ് ഡിവിഡൻസ് നോക്കാം. ഡിവിഡൻഡ് സെക്ഷൻ 52 സബ്സെക്ഷൻ 1 ക്ലോസ് 1 ആണ് പറയുന്നത്. ഡിവിഡൻഡ് അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 22 the following receipts are deemed to be dividend. സോ നമ്മൾ ഒന്നുകിൽ എന്താണ് ഡിവിഡൻഡ് ആയിട്ട് നോർമൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇന്ററിം ഡിവിഡൻഡ്, അതെല്ലാം എന്താണ് നോർമൽ ഡിവിഡൻഡ് ആണ്. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ഡീംഡ് ഡിവിഡൻഡ്. ഇറ്റ് ഈസ് ഡീംഡ് ടു ബി ഡിവിഡൻഡ് ഇഫ് കമ്പനി പേ ടു ഷെയർ ഹോൾഡേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നെങ്കിൽ എന്തായിട്ട് കണക്കാക്കും? ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. ഓക്കെ. സോ ഫസ്റ്റ് വൺ. സോ ഇതിനകത്ത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതാണ് 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഇ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് IFOSൽ കറക്റ്റ് അത് എക്സ്ട്രാ ആയിട്ട് വരുന്ന പോയിന്റ് അതാണ്. സോ ഫസ്റ്റ് വൺ എന്താണ്? സെക്ഷൻ 2 subsection 22 clause A. ഇതാണ് ഫസ്റ്റ് ഡീംഡ് ഡിവിഡൻഡ്. എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ടു ദ എക്സ്റ്റെൻഡ് കമ്പനി പൊസസസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. സോ എന്താണ്? കമ്പനി ആർക്ക് കൊടുത്തു? ഷെയർ ഹോൾഡേഴ്സിന് എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് കൊടുത്തു. അസറ്റ് കൊടുത്താൽ മാത്രം പോരാ, ഇത് കൊടുത്തിരിക്കുന്ന എവിടുന്നായിരിക്കണം? ഈ അസറ്റ് കൊടുത്തിരിക്കുന്നത് കമ്പനിയുടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ്. അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. സോ അക്യൂമുലേറ്റഡ് ഫ്രം അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ഈ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് നിന്ന് കൊടുത്താൽ മാത്രമേ അത് എന്തായിട്ട് കൂട്ടുള്ളൂ? ഡിവിഡൻഡ് ആയിട്ടു. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സെനാരിയോ ഞാൻ പറയുന്നത്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് അസറ്റ് കൊടുത്തു. ഹോൾഡിംഗിന്റെ ഒരു ബേസിസിൽ സെക്യൂരിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അസറ്റ് കൊടുത്തു. ബട്ട് കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൊടുത്ത പേയ്മെന്റ് അല്ലെങ്കിൽ ഈ കൊടുത്ത അസറ്റിന്റെ ആ വാല്യൂ, ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ആ വാല്യൂ വെച്ചിട്ട് അത് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കുമോ? ഇല്ല. ദെൻ വേറെ ഒരു കേസിലെ കമ്പനി ഷെയർ ഹോൾഡർക്ക് അസറ്റ്, ജസ്റ്റ് ഒരു ഫിഗർ പറയാണ്, അസറ്റ് വർത്ത് ₹50,000. 50,000. കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരുന്ന 30,000 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 2 സബ്സെക്ഷൻ 22 ക്ലോസ് എ പ്രകാരം ഡീംഡ് ഡിവിഡൻഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്ര? കമ്പനി ഷെയർ ഹോൾഡർക്ക് കൊടുത്ത അസറ്റിന്റെ വാല്യൂ വരുന്നത് 50,000 ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അസറ്റ് 50,000 റുപ്പീസിന്റെ അസറ്റ് കൊടുത്തു. കമ്പനിക്ക് എത്ര അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉള്ളൂ? 30,000 ഉള്ളൂ. ആ കേസിൽ കൊടുത്ത പേയ്മെന്റ് എന്തെങ്കിലും ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൂട്ടുവോ? 30,000 വരെ ഡിവിഡൻഡ്. 30 എത്രയാണോ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നത് ഉണ്ടോ? അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് കൊടുത്താൽ മാത്രമേ എന്തായിട്ട് കണക്കാകത്തുള്ളൂ? 2 സബ്സെക്ഷൻ 22 ക്ലോസ് എ പ്രകാരം ഡീംഡ് ഡിവിഡൻഡ്. സോ അല്ലാത്ത കേസ് എന്താണ്? ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ട് കണക്കാക്കത്തുള്ളൂ. അതെന്തല്ല?
ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? Yes, sir. Okay. So distribution of asset. So any distribution of asset by company to shareholders. So to the extent of company possesses accumulated profit. Other capitalize, sometimes other capitalize ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്കൊക്കെ വരുന്നുള്ളതെങ്കിൽ ബട്ട് ആക്ച്വലി എന്താണ് ആ ഒരു പോയിന്റ്, ദാറ്റ് മീൻസ് അസറ്റ് കൊടുക്കുന്നത് വരെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ ടു ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ് വരെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ കൊടുക്കുന്നത് ആ എമൗണ്ട് എന്തായിട്ട് കണക്കാക്കും? 2 സബ്സെക്ഷൻ 22 ക്ലോസ് എ പ്രകാരം എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഡിവിഡൻഡ്. ഓക്കെ അല്ലേ? Yes, sir. Then next one, 2 subsection 22 clause B. Any distribution to shareholders by company of debentures, debenture stock or deposit certificate, and any distribution to its preferred shareholders or shares by way of bonus shares. So ഇവിടെ എന്താണ്? To the extent which company possesses accumulated profit. So കമ്പനിയുടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് ഡിബഞ്ചർ സ്റ്റോക്കോ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റോ കൊടുക്കുകയാണെങ്കിലും എന്തായിട്ട് കൂട്ടും? 2 സബ്സെക്ഷൻ 22 ക്ലോസ് ബി പ്രകാരം അത് എന്താകും? ഡീംഡ് ഡിവിഡൻഡ് ആകും. ഡീംഡ് ഡിവിഡൻഡ് ആകും. ഓക്കെ അല്ലേ? Yes, sir. Next one, 2 subsection 22 clause C. Distribution of asset on liquidation. So നമ്മള് ഈ ഒരു പോയിന്റ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ക്യാപിറ്റൽ ഗെയിൻസില് ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ഒരു ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു സെനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 46-ല് എന്ത് പറഞ്ഞപ്പോഴാണ്? ലിക്വിഡേഷന്റെ സമയത്ത് അല്ലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ അസറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കമ്പനിക്ക് എന്ത് വരത്തില്ല? ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. ബട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, സോ ഡിസ്ട്രിബ്യൂഷൻ, എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ് ബൈ കമ്പനി ഓൺ ലിക്വിഡേഷൻ. സോ ലിക്വിഡേഷന്റെ സമയത്ത് കമ്പനി എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തു? അസറ്റ്സ് ഓൺ ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ സമയത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോഴത്തേക്ക് എന്ത് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോ കിട്ടിയ അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കും? 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി കുറയ്ക്കും എന്ന് പറഞ്ഞു. കുറയ്ക്കാൻ കാരണം എന്താണ്? കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്രയും എന്തായിട്ടേ കൂട്ടത്തുള്ളൂ? എന്റെ കൺസിഡറേഷൻ ആയിട്ട് കൂട്ടൂല. ഞാൻ അവിടെ ഷെയർ ഹെൽഡ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഡിവിഡൻഡ്, ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടേ കൂട്ടുള്ളൂ. ക്ലിയർ ആണോ? Yes, sir. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ 46 സബ്സെക്ഷൻ 1, 2, 46 എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ കേസിൽ ലിക്വിഡേഷന്റെ സമയത്ത് ഷെയർ ഹോൾഡർ കിട്ടിയാൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് കുറയ്ക്കും എന്ന് പറഞ്ഞു? കിട്ടിയ ക്യാഷ് പ്ലസ് അസറ്റ് ആണെങ്കിൽ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂന്ന് എന്ത് കുറയ്ക്കണം? കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യും? ആ കൊടുക്കുന്ന അസറ്റ് ഒക്കെ എന്തായിട്ടേ കൂട്ടത്തുള്ളൂ? ഇയാൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ടേ കൂട്ടുള്ളൂ. സോ ഡിവിഡൻഡ് എന്തോരും? 2 സബ്സെക്ഷൻ 22. സോ ഡിവിഡൻഡ് ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? കമ്പനിക്ക് എന്തുണ്ടാകണം? അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. സോ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് കൊടുത്ത എമൗണ്ട് ആ ഫിഗർ മാത്രമേ എന്തായിട്ട് കണക്കാക്കത്തുള്ളൂ? സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് സി പ്രകാരം ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. ക്ലിയർ ആണോ? Yes, sir. Yes, sir. Then next one, 2 subsection 22 clause D. Reduction of share capital. Any distribution to shareholders by company on the reduction of its capital to the extent which company has accumulated profit. And ഇവിടെ എന്താണ് ശരിക്കും? ഷെയർസ് ബൈബാക്ക് ഷെയർസ് തിരിച്ചു വാങ്ങിക്കുകയാണ്. Any distribution to shareholders by company on reduction of its share capital to the extent which company possesses accumulated profit. Okay, so when assets are distributed under section clause A, clause C, and clause D, fair market value asset on the date of distribution as taken on computing the dividend. Okay, there are no pointer.
Reduction of share capital ആണ് 2 subsection. So ഇവിടെ ശ്രദ്ധിക്കാം section 2 subsection 22 ഇതിനകത്ത് clause A എന്തായിരുന്നു 2 subsection 22 clause A ൽ എന്താണ് കൊടുക്കുന്നത് കമ്പനിയുടെ അല്ലെ distribution of asset അല്ലെ so അവിടെ asset distribution of asset to shareholders from എന്തിൽ നിന്ന് കൊടുത്താൽ മാത്രമേ ഡിവിഡൻഡ് ആവുള്ളൂ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ സോ ഡിവിഡൻഡിന്റെ കോൺസെപ്റ്റ് എന്താണ് കമ്പനിക്ക് ഉണ്ടാകുന്ന എക്സസ് പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത് ഡിവിഡൻഡ് സോ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡീമിംഗ് പ്രൊവിഷൻ വെച്ച് വന്നാലും കമ്പനിക്ക് എന്തുണ്ടാകണം കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് എന്തായിട്ട് പറയുക ഡീംഡ് ഡിവിഡൻഡ് then 2 subsection 22 clause B 2 subsection 22 clause B എന്താണ് debentures അല്ലേ then 2 subsection 22 clause C on liquidation then 2 subsection 22 clause D എന്താണ് reduction on reduction of capital so capital reduce ചെയ്യുമ്പോൾ shareholder that means company reduce ചെയ്യുമ്പോഴത്തേക്കും ഷെയർ ഹോൾഡർ ബൈബാക്ക് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്ന ഫണ്ട് അത് നമുക്ക് എന്താണ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നെങ്കിൽ അത് എന്തായിട്ട് കൂട്ടാം ഡിവിഡൻഡ് ആയിട്ട് കൂട്ടാം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 subsection 22 clause E 2 subsection 22 clause E okay so ഇവിടെ ശ്രദ്ധിക്കാം advance or loan by a closely held company to specified concern ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം any payment by a company in which public are not substantially interested so എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെക്ഷൻ ആർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ public are not substantially interested എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് കമ്പനി ആയിരിക്കും അത് പബ്ലിക് കമ്പനി ആയിരിക്കും പ്രൈവറ്റ് കമ്പനി ആയിരിക്കും പ്രൈവറ്റ് ആയിരിക്കില്ല സോ ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഉണ്ടോ സോ പ്രൊഫഷണലിലെ ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറഞ്ഞാലും നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മാത്രമേ എന്ത് അട്രാക്ട് ചെയ്യത്തുള്ളൂ 2 subsection 22 clause E കണ്ടോ സോ അവര് ഉണ്ടോ ഒരിക്കലും പക്ഷെ പ്രൊഫഷണൽ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത് അഡ്വാൻസ് ഓർ ലോൺ ബൈ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്താണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി എ കമ്പനി ഇൻ വിച്ച് പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ് ദാറ്റ് മീൻസ് എന്താണ് പബ്ലിക്കിന്റെ ഇത് വരുന്നില്ല പാർട്ടിസിപ്പേഷൻ വരുന്നത് ദാറ്റ് മീൻസ് അത് എന്തായിരിക്കും ഒബ്വിയസ്ലി ഒരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും ഓക്കെ സോ ഉണ്ടോ അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് പോയിന്റ് എങ്ങനെ മാറി ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനി പബ്ലിക് ആർ നോട്ട് സബ്സ്റ്റാൻഷ്യൽ എന്താണ് പ്രൈവറ്റ് കമ്പനി സോ പേയ്മെന്റ് ബൈ വേ ഓഫ് കമ്പനി സോ ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനി എനി സം വേ ഓഫ് അഡ്വാൻസ് ഓർ ലോൺ സോ ദാറ്റ് മീൻസ് ഇവിടെ ശ്രദ്ധിക്കുക ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഞാൻ വരയ്ക്കാണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് പറയാം ഒരു പ്രൈവറ്റ് company എന്ന് പറയാം closely held company in the sense public not substantially interested means ഒരു പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്തു പ്രൈവറ്റ് കമ്പനി എനി പേയ്മെന്റ് സോ പ്രൈവറ്റ് കമ്പനി ഒരു പേയ്മെന്റ് കൊടുത്തു പേയ്മെന്റ് കൊടുത്തത് എങ്ങനെയാണ് ലോൺ ആയിട്ടോ അഡ്വാൻസ് ആയിട്ടോ കൊടുത്തു ഓക്കെ ക്ലിയർ അല്ലേ പോയിന്റ് സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 2 subsection 22 clause E അട്രാക്ട് എന്തെങ്കിലാണ് ഫസ്റ്റ് എന്ത് നോക്കണം അത് പ്രൈവറ്റ് കമ്പനി ആണോ സോ കൊടുത്തിരിക്കുന്ന എമൗണ്ട് അത് ലോൺ ആയിട്ടോ അഡ്വാൻസ് ആയിട്ടോ ആണോ സോ എന്താണ് ഫസ്റ്റ് പാർട്ട് ഓക്കെ ദെൻ ഇത് കൊടുക്കുന്ന ആർക്കാണ് ടു എനി ഷെയർ ഹോൾഡർ who is beneficial owner of 10% or more equity capital of the company എന്താണ് അതിന്റെ പറയുന്നത് ഈ ലോൺ കൊടുക്കുന്ന ആർക്കാണ് ഒരു ഷെയർ ഹോൾഡർക്കാണ് ഒരു ഷെയർ ഹോൾഡർക്കാണ് ഈ ഷെയർ ഹോൾഡർ എത്ര ശതമാനം ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം ഈ കമ്പനിയുടെ 10% ഓർ മോർ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർക്ക് പ്രൈവറ്റ് കമ്പനി ലോൺ കൊടുത്താൽ ക്ലിയർ ആണോ പോയിന്റ്
Yes, sir. ക്ലിയർലി എല്ലാവർക്കും? സോ അതായത് പ്രൈവറ്റ് കമ്പനി എന്താണ് ലോണോ അഡ്വാൻസോ ആയിട്ട് ആർക്ക് കൊടുത്തു? ആ കമ്പനിയുടെ പ്രൈവറ്റ്, ദാറ്റ് മീൻസ് പബ്ലിക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കമ്പനി, ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനിയുടെ 10% വോട്ടിംഗ് റൈറ്റ് ഇൻ ദ സെൻസ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി അതിനാണ് നമ്മൾ പറയുന്നത് പ്രിഫറൻസ് ഷെയർസിന് അതിൽ നമ്മൾ പെടുത്താറില്ല. വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിലും ചില കേസിൽ പ്രിഫറൻസ് ഷെയർസുമായിട്ട് ബന്ധപ്പെടുന്ന ചില കേസിൽ മാത്രമാണ് അവർക്ക് എന്ത് വരുന്നത്? വോട്ടിംഗ് റൈറ്റ്സ് വരുന്നത്. സോ ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനിയിൽ 10% അതിൽ കൂടുതലോ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് കമ്പനി ലോൺ കൊടുത്താൽ, ലോൺ ആയിട്ടോ അഡ്വാൻസ് ആയിട്ടോ കൊടുത്താൽ, നോക്കാം, ടു എനി കൺസേൺ ദാറ്റ് ഈസ് HUF firm, AOP, BOI company in which shareholder having beneficial ownership of at least 10% of equity shares is a member or a partner in which he has a substantial interest. So പിന്നെ അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നുകിൽ എന്താണ് 10% അതിൽ കൂടുതലോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കൊടുത്താൽ പിടിക്കും എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? കമ്പനി ആർക്ക് ലോൺ കൊടുത്തു? ലോൺ ഓർ അഡ്വാൻസസ്. സോ എനി കൺസേൺ സോ ഈ ഷെയർ ഹോൾഡർക്ക് എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. So ഇവിടെ ശ്രദ്ധിക്കാം, to any concern that is HUF, AOP, BOI company in which shareholder having beneficial ownership of 10% of equity shares. ഇവിടെ ശ്രദ്ധിക്കാം. സോ കമ്പനി, ഈ പ്രൈവറ്റ് കമ്പനി എന്റെ കമ്പനിയിൽ തന്നെ 10% അല്ലെങ്കിൽ 15% ഇക്വിറ്റി ഷെയർ ഉള്ളവരെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇൻഡയറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്താണ്? ലോൺ കൊടുത്തത് ഇയാൾക്കല്ല, ഷെയർ ഹോൾഡർക്കല്ല, വേറെ ഒരു കൺസേൺ ആണ് കൊടുത്തത്. അത് AOP ആകാം, BOI ആകാം, കമ്പനി ആകാം, ഫേം ആകാം, എന്തും ആകാം. സോ അങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് ലോൺ കൊടുത്താലും എന്താണ് ആ തേർഡ് കമ്പനി അല്ലെങ്കിൽ ആ കൺസേണിൽ ഒന്നുകിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡർക്ക് 10% അതിൽ കൂടുതലോ ഷെയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ എന്താണ് ആ കൺസേണിന്റെ ഇൻകം നോക്കുമ്പോഴത്തേക്കും 20% ഇൻകം ആർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡർക്കാണ് കിട്ടുന്നതെങ്കിൽ എന്തായിട്ട് തീരുമാനിക്കും? ഇൻഡയറക്റ്റ് ആയിട്ട് ആർക്കാണ് ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത്? ഷെയർ ഹോൾഡർ. സോ ഡയറക്റ്റ് ആയിട്ട് റൂട്ട് ചെയ്താൽ സെക്ഷൻ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഇയാൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൺസേണിന് ലോൺ കൊടുത്തു. അങ്ങനാണെങ്കിലും എന്തായിട്ട് കണക്കാക്കും? 2(22) ക്ലോസ് E പ്രകാരം ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. ക്ലിയർ ആണോ? Yes, sir. Yes, sir. സോ ഇവിടെ നേരത്തെ നമ്മൾ 2(22) എയിലും ബിയിലും സിയിലും ഡിയിലും പറഞ്ഞ പോലെ എന്താണ്? എനി പേയ്മെന്റ് ബൈ വേ ഓഫ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഓൺ ബിഹാഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ benefit of such shareholder will be deemed to be dividend to the extent of accumulated profit. സോ അവിടെയും എന്ത് കണക്കാക്കും? കമ്പനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്തായിട്ട് വരുള്ളൂ? ഡീംഡ് ഡിവിഡൻഡ്. ക്ലിയർ ആണോ? Yes, sir. സോ അപ്പം 2(22) ക്ലോസ് C എന്താണ് പറയുന്നത്? ഒരു പ്രൈവറ്റ് കമ്പനി, ദാറ്റ് മീൻസ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് തന്നെ എക്സാം നമ്മൾ പ്രൊവിഷൻ എഴുതുമ്പോഴത്തേക്കും ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് എഴുതുക. ബിക്കോസ് പ്രൊവിഷൻ അങ്ങനെയാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആക്ച്വലി എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പബ്ലിക്കില് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കമ്പനിയാണ് എന്ത് പറയുന്നത്? പ്രൈവറ്റ് കമ്പനി. സോ അത് ആർക്ക് ലോൺ കൊടുത്താൽ? ഷെയർ ഹോൾഡർക്ക് ലോൺ കൊടുത്തു. ഷെയർ ഹോൾഡർക്ക് ലോൺ കൊടുത്താൽ ഉടനെ തന്നെ എന്താകത്തില്ല? ഡീംഡ് ഡിവിഡൻഡ് ആകത്തില്ല. സോ ഷെയർ ഹോൾഡർ എത്ര ഹോൾഡ് ചെയ്യണം? 10% ഓർ മോർ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ലോൺ എന്താവും? അല്ലെങ്കിൽ അഡ്വാൻസ് എന്തായിട്ട് കൂട്ടും? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട്. ഓക്കെ. സോ ഇവിടെ ഉണ്ടോ? ഇത് ആക്ച്വലി ഉണ്ടോ ഇങ്ങനെ ഒരു ഡിവിഡൻഡ് ആയിട്ട് കൂട്ടാൻ കാര്യം എന്താണ്? ഇത് ആക്ച്വലി ഉണ്ടോ പബ്ലിക്, ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനി അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് ലോൺ കൊടുക്കാൻ മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അയാളെ ഹെൽപ്പ് ചെയ്യാം, അല്ലെ? സോ അതുകൊണ്ടാണ് എന്ത് പ്രൈവറ്റ് കമ്പനി ഷെയർ ഹോൾഡർ, ദാറ്റ് മീൻസ് ഈ പറയുന്ന 10% ക്രൈറ്റീരിയ അല്ലെങ്കിൽ അയാൾക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേണിൽ കൊടുത്താൽ എല്ലാം എന്തായിട്ട് കൂട്ടുന്നത്?
അയാൾക്ക് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കൂട്ടുന്നത്. സോ ഡീംഡ് ഡിവിഡൻഡ് ആകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ടാവണം? അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടാവണം കമ്പനിക്ക്. അതിൽ നിന്നായിരിക്കണം ഈ പേയ്മെന്റ് നടക്കുന്നത്. ക്ലിയർ ആണോ? Yes, sir. പിന്നെ ഞാൻ ഒരു കേസ് എഴുതണം. ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് പറയാം. ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. എന്റെ കമ്പനിയുടെ നോർമൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് എമൗണ്ട് റെന്റിന് കൊടുക്കുകയാണ്. ലെൻഡിങ് ഓഫ് മണിയാണ് എന്റെ മെയിൻ കോഴ്സ് ഓഫ് ബിസിനസ്. എന്റെ ഷെയർ ഹോൾഡർക്ക് ഞാൻ ഒരു ലോൺ കൊടുത്തു. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് മണി ലെൻഡിങ് ആണ് എന്റെ മെയിൻ ബിസിനസ്, അല്ലെങ്കിൽ എന്റെ ബിസിനസ് തന്നെ മണി ലെൻഡിങ് ആണ്. എന്റെ ഇവിടുത്തെ ഷെയർ ഹോൾഡർക്ക് ഞാൻ ലോൺ കൊടുത്തു. നോർമലി ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്ന അതേ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സെക്ഷൻ അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ? ഇല്ല. സോ ദാറ്റ് മീൻസ് എന്താണ്? ആ കമ്പനിയുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് തന്നെ എന്താണ്? ലെൻഡിങ് ഓഫ് മണിയാണ്. സോ പുറത്തൊരാൾക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ ഇൻസൈഡ് ആയിട്ടുള്ള ആൾക്ക്, ദാറ്റ് മീൻസ് ഈ ഷെയർ ഹോൾഡർക്ക് കൊടുത്താലും എന്തായിട്ട് വരത്തുള്ളൂ? അത് കമ്പനിയുടെ ബിസിനസ് ആണ്. സോ അതുകൊണ്ട് എന്തായിട്ട് വരത്തില്ല? അത് കമ്പനിയുടെ നോർമൽ ബിസിനസ് ഇൻകം PGBP ഇൻകമായിട്ട് കണക്കാക്കത്തുള്ളൂ. അവിടെ എന്ത് സെക്ഷൻ അട്രാക്ട് ചെയ്യൂല? 2 subsection 22 ക്ലോസ് ഈ അട്രാക്ട് ചെയ്യില്ല. ഡീംഡ് ഡിവിഡൻഡ് വരില്ല. ക്ലിയർ ആണോ? പിന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. ലോൺ കൊടുത്തു. സോ ഇതേപോലെ ഒരു ഈ 10% കൊടുത്ത, സോ 1/5 അല്ലെങ്കിൽ 1/4/2021 കൊടുത്തു. 31 അല്ലെങ്കിൽ 30/3/2022 ആ ലോൺ തിരിച്ചടച്ചു, ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. ഇനി എന്താണ്? ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ ലോൺ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കോ ഇല്ലയോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അതായത് പ്രീവിയസ് ഇയറിന്റെ തുടക്കത്തിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡർക്ക്, ഇത്രയും കാറ്റഗറിയിലുള്ള ഷെയർ ഹോൾഡർ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ലോൺ കൊടുത്തു. എന്ത് ചെയ്തു? ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അയാള് എന്ന് തിരിച്ചടച്ചു? 30/3 തിരിച്ചടച്ചു. ലോൺ കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോൺ എമൗണ്ട് തിരിച്ചടച്ചു. അങ്ങനെയാണെങ്കിൽ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കോ ഇല്ലയോ? റീപേ ചെയ്താ വരില്ലല്ലോ. സോ ഇവിടെ ഉണ്ടോ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വലി ഇത് ഉണ്ടോ? ഈ പറയുന്ന പീരീഡിൽ റീപേ ചെയ്താൽ നമ്മൾ നോർമലി ചിന്തിക്കുന്നതാണ് റീപേ ചെയ്താൽ വരില്ലല്ലോ. സോ ഇവിടെ ലോൺ ആസ് ഓൺ 31st March അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ലോൺ ഉണ്ടാകണം എന്നാണോ നമ്മുടെ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്? അല്ല. ലോൺ കൊടുത്താൽ അത് തിരിച്ചടച്ചോ ഇല്ലയോ പിന്നത്തെ കാര്യം. ലോൺ കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് തിരിച്ചടയ്ക്കാനാണല്ലോ. സോ ഇത് അയാളുടെ ഉദ്ദേശം എന്താണ്? 31st March ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ലോൺ എന്ന് കാണാതിരിക്കാൻ അയാൾ എന്ത് ചെയ്തു? തിരിച്ചടച്ചു. ഈ പറയുന്ന ക്രൈറ്റീരിയ ക്ലോസ്ലി ഹെൽഡ് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ലോൺ ആയിട്ട് 10% അതിൽ കൂടുതലോ ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ചെയ്യുന്ന ആൾക്ക് ലോൺ കൊടുത്താൽ അത് എന്താണ്? തിരിച്ചടച്ചാലും ഇല്ലെങ്കിലും എന്താണ്? ക്ലിയർ അല്ലേ? സോ തിരിച്ചടയ്ക്കുക ഇൻ ദ സെൻസ് എന്താണ്? സോ എനിക്ക് എന്താണ്? കംപ്ലീറ്റ് 1 വർഷം അയാളുടെ ആ ഫണ്ട് ഉണ്ട്. സോ 30-ാം തീയതി അല്ലെങ്കിൽ 31-ന് മുമ്പ് ഉള്ള ദിവസം കൊണ്ട് തിരിച്ചടച്ചു എന്ന് പറഞ്ഞ അയാൾ എന്തിൽ നിന്ന് രക്ഷപ്പെടത്തില്ല? 2 subsection 22 ക്ലോസ് ഇയുടെ പെർവ്യൂവിൽ നിന്ന് രക്ഷപ്പെടില്ല. അയാൾക്ക് എന്ത് തന്നെ 2 subsection 22 ക്ലോസ് ഇ എന്താണ്? സോ ഓൾറെഡി എന്താണ്? പബ്ലിക് കമ്പനി അല്ല, പ്രൈവറ്റ് കമ്പനിയാണ്. സോ ഇവരൊക്കെ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്താണ്? അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവിടുന്ന് കാശ് ലോൺ എന്ന് പറഞ്ഞ് കാണിച്ചെടുത്ത ആ ഒരു രീതിയല്ലേ? അങ്ങനെ വേണ്ട. അതുകൊണ്ടാണ് എന്ത്? അങ്ങനെ എടുത്തിട്ടുണ്ടോ അയാൾക്ക് എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. ക്ലിയർ അല്ലേ? അപ്പൊ റീപേയ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റൂല. റീപേയ്മെന്റ് സോ ഇത് കമ്പനിയുടെ അതായത് ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഉണ്ട്. അതുകൊണ്ടാണ് പ്രൈവറ്റ് കമ്പനിക്ക് മാത്രം ഇത്. സോ ഒന്നും കാണിക്കാൻ പറ്റില്ല. അയാൾക്ക് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് കണക്കാക്കും. സെക്ഷൻ പ്രകാരം ഡീംഡ് ഡിവിഡൻഡ് ആണ്. ഓക്കെ. ക്ലിയർ ഡിവിഡൻഡിന്റെ. സോ ഇതാണല്ലോ 2 subsection 2. നമുക്ക് നോർമൽ ഡിവിഡൻഡ്, ദാറ്റ് മീൻസ് നമ്മളെ കമ്പനി ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്ന ഡിവിഡൻഡ് സംടൈംസ് ഒരു ഡിവിഡൻഡ് ആകാം, ഇന്ററിം ഡിവിഡൻഡും ആകാം. ദെൻ ഈ പറയുന്ന 2 subsection 22A, ക്ലോസ് എ, ക്ലോസ് ബി, ക്ലോസ് സി, ക്ലോസ് ഡി ആൻഡ് ക്ലോസ് സി, ഇത്രയും 5 ഡീംഡ് ഡിവിഡൻഡ്സ് ഉണ്ട്. ഈ ഡിവിഡൻഡ്സ് എല്ലാം ക്ലിയർ അല്ലേ? സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. deemed dividends.
deemed dividend. Section 2 subsection 22 clause A, then section 2 subsection 22 clause B, then 2 subsection 22 clause C, then 2 subsection 22 clause D. 2 subsection 22 clause D. 2 subsection 22 clause D. Then section 2 subsection 22 clause E. So നമ്മളെ 2 subsection 22 A B C D പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് പ്രത്യേകിച്ച് ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടില്ല, applicable for all companies. So that means public private എല്ലാ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ എല്ലാ കമ്പനീസിനും ആപ്ലിക്കബിൾ ആണ്. 2 subsection 22 ക്ലോസ് ഇഒ ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്? പ്രൈവറ്റ് ക്ലോസ്ലി. നമ്മൾ പ്രൊവിഷൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അവർ അങ്ങനെ തന്നെയാണ് എഴുതിക്കുന്നത്. ആക്ച്വലി പറഞ്ഞ കറക്റ്റ് ആണ്, പ്രൈവറ്റ് കമ്പനീസിനാണ്. സോ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസ്. സോ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുക. ആക്ച്വലി ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്റെ വരത്തുള്ളൂ, പബ്ലിക് നോട്ട് സബ്സ്റ്റാൻഷ്യലി ഇൻട്രസ്റ്റഡ്. ദാറ്റ് മീൻസ് എന്താണ്, പ്രൈവറ്റ് കമ്പനിയാണ്. ദെൻ ഇവിടെ ട്രീറ്റഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ്. സോ ട്രീറ്റ്മെന്റ് എന്താണ്? ട്രീറ്റഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ്. ട്രീറ്റഡ് ആസ് ഡീംഡ് ഡിവിഡൻഡ്. സോ എന്തിൽ നിന്ന് പേ ചെയ്താലായിരിക്കും? ടു ദ എക്സ്റ്റെന്റ് of accumulated profit. സോ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അത് ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും. ക്യാപിറ്റലൈസ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു ഡേറ്റ് വരെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, സംടൈംസ് ഇൻ ബിറ്റ്വീൻ ഡേറ്റ് ആകാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരം ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഇത് വന്നിട്ടില്ല, ഇപ്പോഴും ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് എനിക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഇല്ല എന്ന് കമ്പനിക്ക് വാദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീംഡ് ഡിവിഡൻഡ് ഇത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തോട്ട് എന്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ, അതിൽ നിന്നാണോ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഡീംഡ് ഡിവിഡൻഡ്. ക്യാപിറ്റലൈസ്ഡ് ഓർ നോട്ട്, ക്യാപിറ്റലൈസ് ചെയ്താലും ചെയ്തില്ല എങ്കിലും. ക്ലിയർ ആണോ? So closely held company case എന്താണ്? Treated as deemed dividend to the extent of accumulated profit. അതേപോലെ clear ആണോ? Yes, sir. ഡിവിഡൻഡിന്റെ ടാക്സേഷൻ. സോ പ്രീവിയസ് ഇയറിലൊക്കെ കമ്പ്യൂട്ടേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ റൈറ്റ് നൗ ഡിവിഡൻഡ് കിട്ടുന്നത് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ആകാം. സോ ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്തത് ഫ്രം ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനി. സോ ഡൊമസ്റ്റിക് കമ്പനിയിൽ നിന്ന് കിട്ടിയാലും ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് റിസീവർ. സോ ആർക്കാണോ ഡിവിഡൻഡ് കിട്ടുന്നത് അയാളുടെ കയ്യിൽ. സോ ഫോറിൻ കമ്പനിയിൽ നിന്ന് കിട്ടിയാലും ടാക്സബിൾ in the hands of a receiver. So രണ്ട് കേസിലും ഇവിടെ എന്താണ്, ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ, ടാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സംശയം വരാം, ഏത് റേറ്റിൽ ടാക്സ് ചെയ്യും. സോ ഡിവിഡൻഡിന് എന്തെങ്കിലും പ്രത്യേകം റേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം റേറ്റ് ഉള്ള നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലാണ്. അതുവരെ നമുക്ക് എന്തായിരുന്നു, എല്ലാം നോർമൽ സ്ലാബ് റേറ്റ് ആയിരുന്നു. ക്യാപിറ്റൽ ഗെയിൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ 111A-യും 112-ഉം 112A-യും വന്നപ്പോഴാണ് എന്താണ് ഡിഫറൻറ്റ്, ആ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന ടാക്സ് റേറ്റിനകത്ത് ഡിഫറൻറ്റ് ആയിട്ട് വന്നത്. സോ ഇവിടെ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ടാക്സബിൾ അറ്റ്
നോർമൽ ടാക്സ് റേറ്റ്. നോർമൽ സ്ലാബ് റേറ്റിലാണ്, ടാക്സ് റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് കിട്ടുന്നത്. ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിലും ഫോറിൻ കമ്പനി ആണെങ്കിലും എന്താണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് ടൈപ്പ് ഓഫ് കമ്പനി ആണെങ്കിലും എന്താണ്, ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ എങ്ങനെ ടാക്സ് ചെയ്യും, നോർമൽ ടാക്സ് റേറ്റില്. ക്ലിയർ ആണോ? സോ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് 2 സബ്സെക്ഷൻ 22 ക്ലോസ് ഇ ആണ് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ്. ക്ലിയർ അല്ലേ? സോ ലാസ്റ്റ് ഇയറിന് മുമ്പ് വരെ ഇതിനകത്തെല്ലാം ഡിഫറെന്റ് കമ്പ്യൂട്ടേഷൻസ് ഉണ്ടായിരുന്നു. റൈറ്റ് നൗ ആ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്നൊക്കെയുള്ള സംഭവങ്ങളെല്ലാം മാറ്റിയിട്ട് കമ്പനി ടാക്സ് ചെയ്യത്തില്ല. പണ്ട് കമ്പനി ടാക്സ് ചെയ്യായിരുന്നു, അതുകൊണ്ട് കുറെ ഷെയർ ഹോൾഡർക്ക് ഇത്ര വരെ എക്സംപ്റ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ഡിവിഡൻഡ് എങ്ങനെ കിട്ടിയാലും ഏത് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണെങ്കിലും ഏത് കമ്പനിയിൽ നിന്ന് കിട്ടിയാലും ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ആസ് നോർമൽ ഇൻകം, നോർമൽ സ്ലാബ് റേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ അക്ഷയ്? ക്ലിയർ ആണ്. സോ ഇത്രയാണ് നമ്മൾ അതർ സോഴ്സിൽ ഡിവിഡൻഡ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് നോക്കണ്ട. നോർമൽ ഡിവിഡൻഡ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, അത് നോർമലായിട്ട് പോകും. ദെൻ ഡീംഡ് ഡിവിഡൻഡ് 5 എത്ര സെക്ഷൻ 1 2 3 4 5 സെക്ഷൻ ആണ്. ക്ലോസ് എ, ക്ലോസ് ബി, ക്ലോസ് സി, ക്ലോസ് ഡി ആൻഡ് ക്ലോസ് ഇ. സോ ക്ലോസ് ഇ മാത്രം ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്ക്, ബാക്കിയെല്ലാം എല്ലാ കമ്പനീസിനും. സോ കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് കമ്പനി എന്നാണെങ്കിലും ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റിസീവർ ഇൻ ദ നോർമൽ ടാക്സ് റേറ്റ്. ക്ലിയർ? ക്ലിയർ? So next one, casual income. So casual income എവിടെയാണ് നമ്മൾ വരുന്നത്? 52 56 സബ്സെക്ഷൻ 2 പ്രകാരം കാഷ്വൽ ഇൻകം നമ്മൾ എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? അതർ സോഴ്സിലാണ് അല്ലേ? സോ കാഷ്വൽ ഇൻകം നേരത്തെ പറഞ്ഞ പോലെ വിന്നിങ്സ് ഫ്രം means income in the nature of winnings from lottery, crossword puzzle, race including horse race, card games and any games of any sort, betting, gambling, etc. Okay. Such income, so that means നമുക്ക് അറിയാവുന്നതാണ് ലോട്ടറി അടിച്ചാൽ എന്താണ് ലോട്ടറി ഇൻകം, ലോട്ടറി അടിച്ച് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, ഒരു കാഷ്വൽ ഇൻകം ആണ്. കാഷ്വൽ ഇൻകം. സോ ലോട്ടറി അടിച്ചാൽ നമുക്ക് ഫുൾ പ്രൈസ് കിട്ടുമോ കയ്യിലോട്ട്? ഇല്ല. സോ എത്ര പോകും, എത്ര ടാക്സ് പോകും? സോ ഇപ്പൊ നമ്മള് 30%, ദാറ്റ് മീൻസ് 111A എത്രയായിരുന്നു ഫ്ലാറ്റ് റേറ്റ്? 111A സെക്ഷൻ 111A 15%. Then section 112 ആണെങ്കിലോ 20% with indexation, 10% without indexation. 112A ആണെങ്കിലോ ആ പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. 1 lakhന് മുകളിലാണെങ്കിൽ എത്ര പെർസെന്റേജ്? 10%. ഇവിടെ എല്ലാം എന്താണ്, ഒരു പർട്ടിക്കുലർ സ്ലാബ് റേറ്റ് ആണ്, ഫ്ലാറ്റ് റേറ്റ് ആണ്. അതേപോലെ തന്നെ കാഷ്വൽ ഇൻകം 56 സബ്സെക്ഷൻ 2 ക്ലോസ് 1B പ്രകാരം കാഷ്വൽ ഇൻകം വന്നാൽ ഈ കാഷ്വൽ ഇൻകം എത്ര ശതമാനമാണ്? ഫ്ലാറ്റ് 30% അണ്ടർ സെക്ഷൻ 115BB. 115BB പ്രകാരം എത്രയാണോ ഇൻകം അതിന്റെ 30%. ക്ലിയർ അല്ലേ? സോ 30%. സോ ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്. ഈ 30% നമുക്ക് ശരിക്കും എന്തായിട്ടാണ് അത് പിടിച്ചിട്ടേ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എന്താണ്, TDS ആയിട്ട് പിടിച്ചിട്ട് ഇത്രയും ടാക്സ് ആണ് അട്രാക്ട് ചെയ്യുന്നത്, അത് കൂടാതെ എന്താണ് അത് TDS പിടിച്ചിട്ടേ നമുക്ക് കിട്ടുള്ളൂ. സോ ദാറ്റ് മീൻസ് ഫുൾ എമൗണ്ട് കിട്ടില്ല. 30% പിടിച്ചിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് ഈ പറയുന്ന സെക്ഷനിൽ പറയുന്ന 115BB പ്രകാരം എന്താണ് കാഷ്വൽ ഇൻകം, ഈ പറയുന്ന കാഷ്വൽ ഇൻകം ഉണ്ടായാൽ നമുക്ക് എന്ത് കിട്ടും? 30% ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആണ്. അത് TDS ആയിട്ട് പിടിച്ചിട്ട് റിമൈനിങ് പോർഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻ കൈൻഡ് മാത്രം ഈ പറഞ്ഞ ലോട്ടറി വിന്നിങ്സ് ഒന്നും ഇല്ല. ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇൻ കൈൻഡ് ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു സാധാരണക്കാരനാണ് അടിക്കുന്നതെങ്കിൽ ലോട്ടറി അടിക്കുന്നെങ്കിൽ എന്താണ് ഈ 30% ടാക്സ് പിടിച്ചിട്ട്, ദാറ്റ് മീൻസ് ഒന്നിൽ അവർ പിടിച്ചിട്ട് ഇൻ കൈൻഡ് ആണെങ്കിൽ അവർ പിടിക്കില്ല. സോ ദാറ്റ് മീൻസ് 30% അങ്ങോട്ട് അടച്ചാലേ ആ പ്രൈസ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷും കൈൻഡ് ഉണ്ടെങ്കിൽ ക്യാഷും കൈൻഡും ആയിട്ട് ദാറ്റ് മീൻസ് ടോട്ടൽ വാല്യൂവിന്റെ 30% പിടിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തുണ്ടാവും, ക്യാഷ് ഉണ്ടാകും. ക്ലിയർ? ദെൻ ഇവിടെ ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ലോട്ടറി അടിച്ചാൽ
ലോട്ടറി ഇപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി PGBP-യിലെ ഇൻകം കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? സെയിൽസിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ അട്രിബ്യൂട്ടബിൾ. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, നോ എക്സ്പെൻഡിച്ചർ or no deduction under chapter 6A, no expense. So that means എനിക്ക് ലോട്ടറി അടിച്ചാൽ, ഞാൻ ലോട്ടറി എടുക്കാനായിട്ട് 500 രൂപ ചെലവാക്കി, ആ 500 രൂപ കുറച്ചിട്ടുള്ളതിനാണോ 30% ടാക്സ് അവർ പിടിക്കുന്നത്? ആണോ? അല്ല. സോ ലോട്ടറി എടുക്കാനായിട്ട് ഞാൻ പോയത് ഓട്ടോയിലാണ്, ഉടനെ കുറെ പൈസ കുറയ്ക്കാം. അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചറും ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റില്ല. ഞാൻ ലോട്ടറി എടുക്കാൻ വേണ്ടി ഞാൻ ഇത്ര ദൂരം ട്രാവൽ ചെയ്തു, സോ എനിക്ക് ഇത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായി, ലോട്ടറി എടുത്ത എക്സ്പെൻഡിച്ചർ ഉണ്ടായി, ഒന്നും പറയണ്ട. എന്താണ്? ഇറ്റ് ഈസ് എ കാഷ്വൽ ഇൻകം. ഒരു തരത്തിലുള്ള എക്സ്പെൻഡിച്ചറും ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റൂല, ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. എത്രയാണോ ആ ഇൻകം, അതിന്റെ പുറത്ത് എന്ത് ചെയ്യും? 30% ടാക്സ് അട്രാക്ട് ചെയ്യും അണ്ടർ സെക്ഷൻ 115BB. ദെൻ അതുകൂടാതെ എന്തുകൂടെ പറയുന്നു? എന്ത് കിട്ടില്ല? ചാപ്റ്റർ 6A ഡിഡക്ഷൻ. സോ എനിക്ക് ലോട്ടറി അടിച്ചു, ഞാൻ എന്താണ് LIC പ്രീമിയം സ്ഥിരമായിട്ട് അടയ്ക്കുന്ന ആളാണ്, അതിവിടെ കൊണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. എന്താണ്? ചാപ്റ്റർ 6A ഡിഡക്ഷനും നോട്ട് അലൗഡ്. ചാപ്റ്റർ 6A ഡിഡക്ഷനും തരത്തില്ല. പിന്നെ നോക്കുകയാണ്. സോ എനിക്ക് ലോട്ടറി അടിച്ചു, അത് ആ വർഷം എനിക്ക് എന്താണ് വേറൊരു ഹെഡില് ബിസിനസ് ഇൻകം ഉണ്ടായിരുന്നു, ബിസിനസ് ലോസ് ഉണ്ടായിരുന്നു. സോ ഞാൻ വിചാരിക്കാം എന്തായാലും ശരിയായി, ഇങ്ങനെ ഒരു ഇൻകം, ഒരു കാഷ്വൽ ഇൻകം വന്നല്ലേ, എന്റെ ബിസിനസ് ലോസ് ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നോ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സച്ച് ഇൻകം. നോ ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് against casual income. Clearly? Yes, sir. സോ ഇനി അവസാനം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ഞാനൊരു റെസിഡന്റ് ആണ്, എനിക്ക് റെസിഡന്റ് ആണ്, എന്തോ ആയിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 2,50,000 എനിക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് കുറയ്ക്കാവോ? പറ്റില്ല. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ഈ സംഭവങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ചാപ്റ്റർ 6A ഡിഡക്ഷൻ ഇല്ല, പക്ഷേ എന്താണ്? അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കുറയ്ക്കാമായിരുന്നു. പക്ഷേ കാഷ്വൽ ഇൻകം ആണോ, അതുമായിട്ട് അട്രിബ്യൂട്ടബിൾ ആണ്. ദാറ്റ് മീൻസ് ആ ടിക്കറ്റ് എടുക്കാൻ ചെലവായ എക്സ്പെൻഡിച്ചർ പോലും കുറയ്ക്കാൻ പറ്റത്തില്ല, ഒരു എക്സ്പെൻഡിച്ചറും കുറയ്ക്കാൻ പറ്റില്ല, ഒരു ചാപ്റ്റർ 6A ഡിഡക്ഷനും കിട്ടത്തില്ല. പിന്നെ എന്തും ചോദിച്ചു വരണ്ട, ബേസിക് എക്സംഷൻ ലിമിറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. എത്രയാണോ നിങ്ങൾക്ക് ഇൻകം അടിച്ചത്, ആ ഇന്നിങ്സ് ഫ്രം കാഷ്വൽ ഇൻകം ഉണ്ടായത്, അതിന്റെ എന്താണ് ഫ്ലാറ്റ് 30% പിടിച്ച് ടാക്സ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ലോട്ടറിക്ക് ലിമിറ്റ് പറയുന്നില്ലേ, ഇത്രയും മുകളിലേ അടക്കണ്ടു? ഇത്രയും മുകളിൽ ഇപ്പൊ ഒരു 5,000 ഒക്കെ ആണെങ്കിൽ അത് ശരിക്കും ആക്ച്വലി അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്, അത് TDSന്റെ കേസാണ് പറയുന്നത്. സോ നമുക്ക് 1 രൂപ കിട്ടിയാലും ടാക്സ് ആണ് ആക്ച്വലി. സോ ഈ പറയുന്ന 5,000 ഇപ്പൊ ആക്ച്വലി അവിടെ സംഭവിക്കുന്ന ആക്ച്വലി 5,000 ആണ് കിട്ടുന്നെങ്കിൽ അവിടെ പാൻ നമ്പർ കൊടുക്കുകയോ എന്റെ ഇൻകം കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല, ആരാണ് വാങ്ങിച്ചതെന്ന് പോലും അറിയുന്നില്ല. സോ പലർക്കും എന്താണ് 200 രൂപ 300 രൂപ അല്ലെങ്കിൽ 500 രൂപ 1000 രൂപ ലോട്ടറി അടിക്കാറുണ്ട്. ആക്ച്വലി ലോട്ടറി അടിച്ചോ, അത് ആക്ച്വലി ടാക്സബിൾ ആണ്. ബട്ട് TDS പിടിക്കുമ്പോൾ വലിയ ഫിഗർ വന്ന് TDS, അതായത് പാൻ നമ്പർ കോട്ട് ചെയ്ത് TDS പിടിക്കേണ്ട സെനാരിയോ വരുമ്പോഴേ നമുക്ക് എന്തിനകത്തോട്ട് വരുന്നുള്ളൂ, അത് ഇൻകം ആയിട്ട് നമ്മൾ നോർമലി ആൾക്കാർ കാണിക്കുന്നുള്ളൂ. അതാണ് വ്യത്യാസം. സോ ഇത്രയും മുകളിലാണെങ്കിൽ TDS അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുന്നല്ല പറയുന്നത്. കാഷ്വൽ ഇൻകം ഉണ്ടായിട്ടുണ്ടോ, ഇറ്റ് ഈസ് എ കാഷ്വൽ ഇൻകം. ആക്ച്വലി എന്ത് വരേണ്ടതാണ്? 30% വരേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? TDS പിടിക്കുള്ളൂ. TDS പിടിക്കേണ്ട സെനാരിയോയിൽ മാത്രമേ നമ്മൾ എന്ത് കൊടുക്കുള്ളൂ? നമ്മുടെ പാൻ നമ്പർ ഡിസ്ക്ലോസ് ചെയ്യത്തുള്ളൂ. സോ അതർവൈസ് നോർമലി നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തു, അതിൽ ഒരു 1000 രൂപ അടിച്ചു, നമ്മൾ എവിടെയെങ്കിലും പാൻ നമ്പർ കൊടുക്കുന്നു? ഇല്ല. സോ അതുകൊണ്ടാണ് അവിടെ വരാത്തത്. നമ്മൾ ഇത്രയും മുകളിലാണ് ടാക്സ് എന്നല്ല, 1 രൂപ ഇൻകം അടിച്ചാലും ടാക്സ് ഉണ്ട്. പക്ഷെ TDS അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഇൻകം അടിച്ചാൽ മാത്രം ഇൻകം അവിടെ നമ്മൾ പാൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ 26 years TDS അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇൻകം ആയിട്ട് കാണിച്ച് നമുക്ക് ആ ഒരു ക്ലെയിമിങ് വരത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് കാഷ്വൽ ഇൻകം. സോ ദാറ്റ് മീൻസ് ഓരോ എക്സ്പെൻഡിച്ചറും പറ്റൂല, ഓരോ ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ ഒന്നും കൊണ്ടുവരരുത്. എന്തുകൂടെ പറ്റത്തില്ല? ബേസിക്സ്. പിന്നെന്താണ്? വേറെ എന്തെങ്കിലും ചെയ്ത് ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ട. ഇത് എത്രയാണോ അടിച്ചത് ഫ്ലാറ്റ് 30%. ക്ലിയർ?
സോ എക്സാം സംടൈംസ് ഇതുമായിട്ട് എക്സ്ക്ലൂസീവ്ലി ഇതിനു വേണ്ടി മാത്രം ഈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടായ എക്സ്പെൻഡിച്ചർ ആണെന്ന് എന്താണേലും വേണ്ട, ഓരോ എക്സ്പെൻഡിച്ചറും കുറയ്ക്കാൻ പറ്റൂല. ഓക്കെ, Yes, sir. നെക്സ്റ്റ് അടുത്തത്. സോ 2 subsection 22 ക്ലോസ് സി പോലെ നമ്മൾ വേറെ നോർമലി വേറെ ഒരു സെനാരിയോ വരുന്ന ഒരു കേസാണ്. ഇതിന്റെ അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. സോ any closely held company issued shares to any resident shareholder. So ശ്രദ്ധിക്കുക, closely held company in the sense എന്തായിരിക്കും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് നോക്കിയാൽ മതി, അതെന്താകാൻ പാടില്ല. ക്ലോസ്ലി ഹെൽഡ് കമ്പനി, പബ്ലിക് നോട്ട് സബ്സ്റ്റാന്റിയലി ഇൻട്രസ്റ്റഡ്, അതിലെ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. ദാറ്റ് മീൻസ് എന്ത് കമ്പനി ആയിരിക്കും? Private company. പ്രൈവറ്റ് കമ്പനി. സോ ബട്ട് നമ്മൾ എപ്പോഴും പ്രൊവിഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നോക്കുക. ക്ലോസ്ലി ഹെൽഡ് കമ്പനി, ക്ലോസ്ലി ഹെൽഡ് കമ്പനി. സോ ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ത് ചെയ്തു? ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഒരു റെസിഡന്റ് ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂസ് ഷെയർ. സോ എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തു. ആർക്കാണ്? റെസിഡന്റ് ഷെയർ ഹോൾഡർ. റെസിഡന്റ് ഷെയർ ഹോൾഡർ ഉണ്ടോ? ഇനിയാണ് ശ്രദ്ധിക്കുന്നത്. സോ ദാറ്റ് മീൻസ് പ്രൈവറ്റ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു ഷെയർ ഹോൾഡർക്ക് ഓൺ പ്രീമിയം. സോ ഇഷ്യൂ ചെയ്ത് എന്തിലായിരിക്കണം? ഓൺ പ്രീമിയത്തിലായിരിക്കണം. പ്ലസ് കൺസിഡറേഷൻ റിസീവ്ഡ്. കൺസിഡറേഷൻ ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻ എക്സസ് ഓഫ്, റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ്. Consideration should be greater than fair market value. So ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടീഷൻസ് എല്ലാം ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ത് ചെയ്യണം? ദാറ്റ് മീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണ്? റെസിഡന്റ് ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യണം? ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അത് പ്രീമിയത്തിലായിരിക്കണം ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പ്ലസ് കൺസിഡറേഷൻ എന്തായിരിക്കണം? ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. പ്രീമിയത്തിലായിരിക്കണം, കൂടാതെ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ കൂടുതലാണെങ്കിൽ. സോ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രൈവറ്റ് കമ്പനി അല്ലെ? കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ കമ്പനിക്ക് എന്തായിട്ട് കണക്കാക്കും? IFOS. ഇതിൽ നിന്നുണ്ടാകുന്ന ഇൻകം അണ്ടർ IFOS. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, IFOSൽ സോ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ ശരിക്കും അത് ക്യാപിറ്റലൈസ് ചെയ്യുമല്ലോ ചെയ്യേണ്ട, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സോ പ്രൈവറ്റ് കമ്പനി ഇഷ്യൂ ചെയ്താൽ ഇതിനകത്തുണ്ടാകുന്ന IFOSൽ ചാർജ് ചെയ്യുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യൂ പ്രൈസ്. ദാറ്റ് മീൻസ് ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയ കൺസിഡറേഷൻ മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ. സോ വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രൈവറ്റ് കമ്പനി റെസിഡന്റ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അത് പ്രീമിയത്തിലായിരിക്കണം. കൂടാതെ കിട്ടുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ കമ്പനിക്ക് എന്തായിട്ട് കണക്കാക്കും? IFOSൽ ഇൻകം ആയിട്ട് കണക്കാക്കും. ആ ഇൻകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏത് പ്രൈസിനാണോ ഇഷ്യൂ ചെയ്തത് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ക്ലിയർ ആണോ? യെസ് സർ. ക്ലിയർ ആണോ? സുനിൽ ക്ലിയർ ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എങ്കിലും നമുക്ക് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. അത് പ്രീമിയം, ഇത് രണ്ടും ക്യുമുലേറ്റീവ് കണ്ടീഷൻ ആണ്. പ്രീമിയത്തിലായിരിക്കണം. കൺസിഡറേഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ കൂടുതലാണെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷനും ഫെയർ മാർക്കറ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തായിട്ട് കണക്കാക്കുന്നത്? IFOSലെ കമ്പനിയുടെ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാറുണ്ട്. ഒന്ന് പറയാം. ഫസ്റ്റ് കമ്പനി, then face value of shares, face value
of share, then fair market value, then issue price. So section 56 subsection 2 clause 7b applicable ആണ്. സോ ഈ ക്ലോസ് ഉൾപ്പെടെ പഠിച്ചാൽ അത്രത്തോളം നല്ലതായിരിക്കും. ആസ് പെർ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് എഴുതുന്നതിനേക്കാൾ നല്ലതാണ്. സോ 56 ഇൻഫാക്ട് നമുക്ക് IFOS എന്ന് പറഞ്ഞാൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 മാത്രമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസും. സോ ഈ പറഞ്ഞ എല്ലാം തന്നെ എന്താണ്, ഡിവിഡന്റിന്റെ കേസ് ആണെങ്കിലും കാഷ്വൽ ഇൻകത്തിന്റെ കേസ് ആണെങ്കിലും ഈ ഷെയർസ് ഇഷ്യൂ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന കേസ് ആണെങ്കിലും എല്ലാം എന്തിന്റെ അണ്ടറിൽ മാത്രമാണ് വരുന്നത്, 56 സബ്സെക്ഷൻ 2. സോ അതിനകത്ത് 57 58 പറയുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. 57 ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അവിടെ നമുക്ക് 57 യൂസ് ചെയ്യും. ബാക്കിയെല്ലാം 56 സബ്സെക്ഷൻ 1 ജനറൽ സെക്ഷൻ ആണ്. സോ 4 ഹെഡിൽ വരത്തില്ലെങ്കിൽ ഇതിൽ കൊണ്ടിട്ടോളാൻ പറയുന്ന സെക്ഷൻ ആണ്. ബട്ട് ഇൻഫാക്ട് കംപ്ലീറ്റ് നമ്മുടെ ഡിസ്കഷൻ മുഴുവൻ എന്താണ്, 56 സബ്സെക്ഷൻ 2 ക്ലോസസ് ആണ്. അതുകൊണ്ട് ഓരോ ക്ലോസും നോട്ട് ചെയ്താൽ എക്സാമിന്, സോ ഏത് സജസ്റ്റഡ് ആൻസർ എടുത്താലും ക്ലോസ് ഉൾപ്പെടെയാണ് ആൻസർ കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എ പ്രൈവറ്റ് ലിമിറ്റഡ്. എ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. സോ ഫേസ് വാല്യൂ ഓർ ഷെയർ 100 ആണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 120 ആണ്. ഇഷ്യൂ പ്രൈസ് 130 ആണ്. ഇവിടെ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7b അട്രാക്ട് ചെയ്യുമെങ്കിൽ കമ്പനിയുടെ ഇൻകം എത്ര? സോ 50 നോക്കാം ഉണ്ടോ, നമുക്ക് പറഞ്ഞ എല്ലാ കണ്ടീഷനും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണോ? അതെ. സോ ശ്രദ്ധിക്കാം, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, പ്രൈവറ്റ് കമ്പനിയാണ്. ദെൻ ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ മീൻസ് എന്താണ്, ഫേസ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഇഷ്യൂ പ്രൈസ് അല്ലെ? സോ ഇവിടെ ഫേസ് വാല്യൂ 100 ആണ്. ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 30. ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 30 അല്ലെ? ദെൻ അതുകൂടാതെ ഈ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഇവിടെ ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ IFOSൽ ഉണ്ടോ? സോ ദാറ്റ് മീൻസ് ഉണ്ടോ, പ്രൈവറ്റ് കമ്പനിയാണ്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ആൻഡ് ഇഷ്യൂ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഫെയർ മാർക്കറ്റ്. സോ എന്ത് അട്രാക്ട് ചെയ്യും? സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7b ഈ കമ്പനിക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ IFOSലെ ഇൻകം പറയാം. ഇൻകം അണ്ടർ IFOS എത്രയായിരിക്കും? 10. സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ഈ 130 100 കൂടെ കുറച്ചേ ഉള്ളൂ എന്നാണോ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്? ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും എത്ര കൂടുതലാണ് സെയിൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ? ആ ഡിഫറൻസ് ആണ് എന്തായിട്ട് വരിക? ഇവിടെ എത്ര വരും? 130 ആണ്. ഇഷ്യൂ പ്രൈസ് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ₹10 പെർ ഷെയർ ആണ് IFOSൽ ചാർജ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, ബി പ്രൈവറ്റ് ലിമിറ്റഡ്. ബി പ്രൈവറ്റ് ലിമിറ്റഡ് ഫേസ് വാല്യൂ 100 ആയിട്ട് എടുക്കാം. ഫെയർ മാർക്കറ്റ് വാല്യൂ 120, then 110. ഇവിടെ പ്രൈവറ്റ് കമ്പനി ആണോ? അതെ. ഷെയർസ് ഇഷ്യൂ ചെയ്ത പ്രീമിയത്തിലാണോ? യെസ്, പ്രീമിയത്തിലാണ്. പ്രീമിയത്തിലാണ്. പക്ഷേ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7b അട്രാക്ട് ചെയ്യും. പക്ഷേ ഇവിടെ IFOSൽ ഇൻകം ഉണ്ടോ? ഇല്ല. ഫെയർ മാർക്കറ്റ് വാല്യൂനെ എക്സീഡ് ചെയ്യുന്നില്ല ഫെയർ മാർക്കറ്റ് ഇഷ്യൂ പ്രൈസ് ലെസ് ദാൻ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഇഷ്യൂ പ്രൈസ് കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്താണ്, -10 പോലെ വരും. ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ലോസ് ഒന്നും കാണിക്കാൻ പറ്റൂല. സോ ഇവിടെ ഇഷ്യൂ പ്രൈസ് ലെസ് ദാൻ FMV. Therefore നമുക്ക് എന്ത് പറയാം, nothing will be taxed under IFOS. No sum charged under IFOS. Clear? Yes, sir. Next one. C private limited 100.
then fair market value 90, then 98. Section 56 subsection 2 clause B attract ചെയ്യുമോ? ഇല്ല, പ്രൈവറ്റ് പ്രീമിയത്തിനല്ലല്ലോ കമ്പനിയാണ്. issue ചെയ്തത്. ഇവിടെ നോക്കാം, ഇതെന്താണ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താൽ പിന്നെ നോക്കണം. സോ ഉണ്ടോ ഇവിടെ കണ്ടിട്ട് ഡിസ്കൗണ്ടിലാണെങ്കിലും ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് ഇഷ്യൂ പ്രൈസ്. അതുകൊണ്ട് നമ്മളായിട്ട് സ്വന്തം പ്രൊവിഷൻ ഒന്നും ഉണ്ടാക്കിയിട്ട് 98 മൈനസ് 90 = 8 ഇൻകം ഒന്നും കാണിച്ചു വെക്കരുത്. സോ ഇതെന്താണ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഉണ്ടോ പ്രീമിയത്തില് പ്ലസ് പ്രീമിയം പ്ലസ് കൺസിഡറേഷൻ ഇത് രണ്ടും കൂടെ വന്നാൽ പ്രീമിയത്തിലാണെങ്കിൽ നമുക്ക് എന്താണ് സെക്ഷൻ 56 അട്രാക്ട് എന്ന് പറയാം. കൺസിഡറേഷൻ ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ് IFOS ഇൻകോണം. ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എന്താണ് ഡിസ്കൗണ്ടിലാണ്. എന്താണ് ഫേസ് വാല്യൂ 100 ഉള്ള ഷെയർ എത്രയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 98 ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് there will not be എന്താണ് ഈ സെക്ഷൻ തന്നെ അട്രാക്ട് ചെയ്യൂല. നോട്ട് അട്രാക്റ്റഡ്. അട്രാക്ട് ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, ഇൻകത്തിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഡിസ്കൗണ്ടിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. നെക്സ്റ്റ് D private limited 100 90 110 100 90 110. അട്രാക്ട് ചെയ്യുകയോ ഇല്ലയോ? ചെയ്യുമെങ്കിൽ എത്രയാണ് ഇൻകം വരുന്നത്? ഒരു ഷെയറിന്റെ പുറത്ത് വരുന്ന IFOS Attract in 20. അട്രാക്റ്റീവ് അല്ലെ? സോ ഷെയർസ് ഫേസ് വാല്യൂ ഇതാണ്, പ്രീമിയത്തിലാണ്, ദെൻ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാൾ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ട്, ഇവിടെയും തെറ്റുവെക്കരുത്. 110 മൈനസ് 100 എടുക്കരുത്. ഇതിലേതാണ് ഹയർ? അങ്ങനൊന്നും പ്രൊവിഷൻ ഇല്ല, ഇല്ലാത്തൊന്നും എഴുതി വെക്കരുത്. സോ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും എത്ര കൂടുതലാണോ ഇഷ്യൂ പ്രൈസ്, ദാറ്റ് വിൽ ബി ടാക്സ്ഡ് ആസ് IFOS. സോ IFOS എത്ര വരും? 110 മൈനസ് 90 20 പെർ ഷെയർ വരും. ഓക്കെ, Yes, sir. E limited 100 90 110. ട്രാക്ക് ചെയ്യും. ഇല്ല, അതൊരു പബ്ലിക് കമ്പനി അല്ലേ? പബ്ലിക് ഈ ലിമിറ്റഡ് അല്ലേ? സോ ഈ ലിമിറ്റഡ് ഇത് എന്തിനു മാത്രം അട്രാക്ട് ചെയ്യത്തുള്ളൂ? ഓൺലി ഫോർ ക്ലോസ്ലി ഹെൽഡ് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ വരത്തുള്ളൂ. ഇതെവിടെ എന്തായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? ലിമിറ്റഡ് മീൻസ് ഇറ്റ് ഇസ് എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ആണെങ്കിൽ will not attract section 56 subsection 2 clause 7b will not attract for public companies. Clear ആണ്? Yes, sir. നമുക്ക് നോർമലി ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയയാണ്. കറക്റ്റ് ആയിട്ട് നോക്കണം. പ്രീമിയത്തിലാണോ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലുണ്ടോ ഇഷ്യൂ പ്രൈസ്? അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഫെയർ മാർക്കറ്റ് വാല്യൂ ഇഷ്യൂ പ്രൈസും ഫെയർ മാർക്കറ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ അവിടെ ഫേസ് വാല്യൂ എടുത്തുകൊണ്ട് വരികയെ ചെയ്യരുത്. അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ നോർമലി എഴുതി വെക്കുന്ന വിച്ച് അവർ ഈസ് ഹയർ ലെസർ അങ്ങനെ ഒന്നും പ്രൊവിഷനിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, Yes, sir. നെക്സ്റ്റ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഓരോന്നായിട്ട് വരുന്നത്. ഡിവിഡന്റിന്റെ കേസ് പറഞ്ഞു, ദെൻ ക്യാഷ്വൽ ഇൻകത്തിന്റെ പറഞ്ഞു, ക്ലോസ്ലി ഹെൽഡ് കമ്പനി ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8. 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8. സോ അതെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ received on compensation or enhanced compensation. Interest received on compensation or enhanced compensation. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ കോമ്പൻസേഷന്റെ പുറത്തോ എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ പുറത്തോ ഇൻട്രസ്റ്റ് കിട്ടിയാൽ എവിടെ ടാക്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം IFOS ഉണ്ടോ? ഇനി ചോദ്യം വരും, നമുക്ക് എപ്പോഴും ടാക്സ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഏത് ഇയറിൽ ടാക്സ് ചെയ്യും, എത്ര ടാക്സ് ചെയ്യും, ഏത് ഇയറിൽ ടാക്സ് ചെയ്യും, എത്ര ടാക്സ് ചെയ്യും. ഓക്കെ,
interest received on compensation or deemed to be income in the year of receipt and taxable. So interest on ഒന്നുകിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എന്തിന്റെ വർദ്ധാനം എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. സോ എനിക്ക് 2008 കോമ്പൻസേഷൻ കിട്ടേണ്ടത്, ബട്ട് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള 21-22 കോമ്പൻസേഷനും അല്ലെങ്കിൽ അതിന്റെ പുറത്തെ ഇൻട്രസ്റ്റും കിട്ടിയാൽ ദാറ്റ് മീൻസ് റിലേറ്റഡ് ടു ദാറ്റ് പീരീഡ്. ഏത് പീരീഡുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും ഏത് പ്രീവിയസ് ഇയറിലാണോ ഇൻട്രസ്റ്റ് കിട്ടിയത്, ഏത് പ്രീവിയസ് ഇയറിലാണോ ഇൻട്രസ്റ്റ് കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് കണക്കാക്കും? ചാർജബിൾ ഇൻ ദ പ്രീവിയസ് ഇയർ receipt of interest. ഇൻട്രസ്റ്റ് ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ എന്തായിട്ട് എടുക്കാം? IFOS. ഓക്കെ, സോ ക്യാപിറ്റൽ ഗെയിനിലല്ല. സോ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന എന്താണ്? കോമ്പൻസേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ വിൽ ബി ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 45 സബ്സെക്ഷൻ 5 ക്യാപിറ്റൽ ഗെയിനിൽ. പക്ഷെ അതിന് പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ്, സോ സംടൈംസ് ഇന്ന പീരീഡുമായിട്ട് റിലേറ്റഡ് ആണെന്നൊക്കെ പറയും. ഇന്ന വർഷം കിട്ടേണ്ടതായിരുന്നു, അത് കഴിഞ്ഞ് എന്താണ് നീണ്ടുപോയതുകൊണ്ട് അതിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടി. എല്ലാം കൂടെ കിട്ടിയത് ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് ആ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? Yes, sir. സോ ഇവിടെ നോക്കാം. എനിക്ക് എന്താ കുറെ വർഷമായിട്ട് കിട്ടേണ്ട ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്താണ് 2007 കിട്ടിയിരുന്നെങ്കിൽ അത്രയും 2008 കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ നീണ്ടുണ്ടാവും. സോ ദെൻ മീൻസ് പല പീരീഡിൽ പല ഇയറിൽ കിട്ടുന്നത് ഒരുമിച്ച് കിട്ടിയപ്പോൾ എന്താണ്? ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിൽ മൊത്തത്തിൽ ടാക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഇപ്പം അസസ് നോക്കുകയോ എനിക്ക് അപ്പൊ അതാത് വർഷം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടാക്സ് അടക്കേണ്ടി വരത്തില്ലല്ലോ. സോ ആക്ച്വലി എനിക്ക് എന്താണ് ഇത് പല പീരീഡുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ആ വർഷം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് വരത്തില്ല. സോ ഈ വർഷം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് വരത്തില്ല. സോ ഇത് എനിക്ക് ആക്ച്വലി കിട്ടേണ്ടത് നിങ്ങൾ തരാൻ താമസിച്ചുകൊണ്ട് എനിക്കൊരു എക്സ്ട്രാ പേയ്മെന്റ് തന്നത്, അതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് ടാക്സ് ചെയ്യുന്നത് ശരിയാണോ? ഇല്ല. സോ അതുകൊണ്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത്, സോ പ്രീവിയസ് ഇയറിൽ എത്രയാണോ കിട്ടുന്നത് അതിനകത്ത് എന്താണ് ഫ്ലാറ്റ് ആയിട്ട് ഒരു 50% ആ ഇൻട്രസ്റ്റ് കിട്ടിയ ഇൻകത്തിന്റെ പുറത്ത് 50% നിങ്ങൾ എന്തായിട്ട് എടുത്തോ? ഡിഡക്ഷൻ ആയിട്ട് എടുത്തോ അണ്ടർ സെക്ഷൻ 15. സോ ദാറ്റ് മീൻസ് ഏതൊക്കെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? പകുതി 50 അണ്ടർ സെക്ഷൻ 57 ഡിഡക്ഷൻ അലൗവബിൾ. ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് ഇൻകം അഗൈൻസ്റ്റ് കോമ്പൻസേഷൻ? 50% ഓഫ് ഇൻകം നമ്മൾ എന്തായിട്ട് എടുത്തോ? ഡിഡക്ഷൻ ആയിട്ട് എടുത്തോളാം. അത് കുറച്ചിട്ട് മിച്ചമുള്ളത് എങ്ങോട്ട് പോകും? നേരെ IFOS സ്ലാബ് റേറ്റിലോട്ട് പോകും. ക്ലിയർ ആണോ? Yes, sir. സോ പല വർഷത്തെ എല്ലാം കൂടെ കൂട്ടിയെടുക്കും. പക്ഷെ എന്താണ് പല വർഷം കിട്ടിയെങ്കിൽ എനിക്ക് ടാക്സ് അത്രയും കുറഞ്ഞു കിട്ടിയാൽ അതുകൊണ്ട് എന്താണ് ശരിയാണ്. അതുകൊണ്ട് പകുതി നിങ്ങൾക്ക് എന്തായിട്ട് തരികയാണ്? ഡിഡക്ഷൻ ആയിട്ട് തരാം. ബാക്കിയുള്ള നിങ്ങൾ ഇവിടെ തന്നെ കാണിച്ചേ പറ്റുള്ളൂ. IFOS ഇൻകം ആയിട്ട് കാണിച്ചേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. നെക്സ്റ്റ് അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫിറ്റഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫിറ്റഡ്. അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫിറ്റഡ്. സോ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. നമ്മൾ അവിടെ ക്യാപിറ്റൽ ഗെയിനിൽ ഡിസ്കസ് ചെയ്യുക അതേ പോയിന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. അഡ്വാൻസ് മണി received and forfeited before. Date ആണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത്. ബിഫോർ 1/4/2014 ബിഫോർ 1/4/2014 ആണെങ്കിൽ എന്ത് ചെയ്യും? forfeited amount എന്ത് ചെയ്യും? reduced from cost of acquisition before indexation. So before indexation benefit എടുക്കുന്നതിന് മുമ്പ് എന്താണ്? cost of acquisition നിന്ന് കുറയ്ക്കും. So that means എവിടെയാണ്?
IFOs അട്രാക്ട് ചെയ്യുന്നില്ല. എവിടെയാണ്? ക്യാപിറ്റൽ ഗെയിനിലാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. സെക്ഷൻ ഏതായിരുന്നു? 51 ആണോ സെക്ഷൻ? Then next is an advance money forfeited on or after 1/4/2014. The forfeited amount taxable in the year of forfeit under tax IFOs. So section 56 subsection 2 clause 9. Section 56 subsection 2 clause 9. Advance money received. So എപ്പോഴും ശ്രദ്ധിക്കുക, കഴിയുന്നതും ആ ക്ലോസും കൂടെ എഴുതിയാലാണ് ഫുൾ പെർഫെക്റ്റ് ആൻസർ. 56 സബ്സെക്ഷൻ 2 ബിക്കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം തന്നെ എന്താണ് 56 സബ്സെക്ഷൻ 2ലാണ് കവർ ചെയ്യുന്നത്. സോ ക്ലോസും കൂടെ എഴുതിയാലാണ് നമുക്ക് ഫുൾ ക്രെഡിറ്റ് തരാവുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? സോ ക്യാപിറ്റൽ ഗെയിൻ ഡിസ്കസ് ചെയ്ത് അതേ പോയിന്റ് എന്താണ് എക്സ്ട്രാ ഈ ഒരു സെക്ഷൻ കൂടെ കറക്റ്റ് ആയിട്ട് ക്ലോസ് കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ അല്ലേ? Yes, sir. ക്ലിയർ ആണ്. സോ ഇനിയാണ് നമ്മൾ അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫിറ്റ് കഴിഞ്ഞു. ഇനി ഒരേ ഒരു കാര്യമാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ, ഗിഫ്റ്റ് ആയിട്ട് അസറ്റ് അല്ലെങ്കിൽ ക്യാഷ് എമൗണ്ട് കിട്ടിയാൽ എങ്ങനെ ടാക്സ് ചെയ്യണം, എന്തൊക്കെയാണ് അതിനകത്ത് എക്സെപ്ഷൻ അല്ലെങ്കിൽ എക്സംഷൻ സെനാരിയോ വരുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഇൻഫാക്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നതാണ് ടാക്സബിലിറ്റി ഓഫ് ഗിഫ്റ്റ്. ടാക്സബിലിറ്റി ഓഫ് ഗിഫ്റ്റ്. ടാക്സബിലിറ്റി ഓഫ് ഗിഫ്റ്റ്. സോ ഇവിടെ ശ്രദ്ധിക്കാം. ടാക്സബിലിറ്റി ഓഫ് ഗിഫ്റ്റ് നമ്മൾ നോർമലി പറയുന്നതാണ് എനി സം ഓഫ് മണി ഓർ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓർ ഫോർ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഓർ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. സോ അതുകൊണ്ടാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് കൺസിഡറേഷൻ സെനാരിയോ ആണ് ഗിഫ്റ്റ്. പക്ഷെ ഇവിടെ എന്തുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടിയാൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. സോ ചാർട്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. സം ഓഫ് മണി, സം ഓഫ് മണി or value of property. So underline that word property. Underline that word property. Value of property received without consideration or for inadequate consideration. സോ എന്താണ് ഇതിന്റെ മീനിങ്? ഒന്നെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി എന്താണോ അതിന്റെ വാല്യൂ അതിനെക്കാട്ടിലും കുറച്ച് കിട്ടിയാൽ, ഓക്കെ. ഇവിടെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. മണി ഓർ പ്രോപ്പർട്ടി ആണ്. സോ മണി കിട്ടുന്നത് ക്യാഷ് ആണെങ്കിൽ, സോ എനിക്ക് കുറെ ക്യാഷ് കിട്ടിയാൽ ആ കിട്ടുന്നത്
IFOs ടാക്സ് ചെയ്യോ ടാക്സ് ചെയ്യണമെങ്കിൽ എത്രയ്ക്ക് മുകളിൽ കിട്ടിയാൽ മണി. സോ വിത്തൗട്ട്, സോ എന്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കരുത്. മണി വിത്തൗട്ട് കൺസിഡർ, ദാറ്റ് മീൻസ് ഗിഫ്റ്റ് ആയിട്ട് ക്യാഷ് കിട്ടിയാൽ without consideration, without consideration, without consideration. So let's say if aggregate, so underline the word aggregate, aggregate of money received, of money received is up to rupees 50,000 during the previous year, then not taxable. അതായത് എനിക്ക് കഴിഞ്ഞ പ്രീവിയസ്, ദാറ്റ് മീൻസ് 21-22 ക്യാഷ് ഗിഫ്റ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് വിത്തൗട്ട് എനി അഗ്രിഗേറ്റ് ഇൻ ടോട്ടല് കിട്ടിയ ക്യാഷ് ഗിഫ്റ്റ് 50,000 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, എനിക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ക്യാഷ് ഗിഫ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 50,000 വരെയാണ് വരുന്നെങ്കിൽ എന്താണ്, എനിക്ക് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. എനിക്ക് കിട്ടിയ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ കിട്ടിയ ക്യാഷ് ഗിഫ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 50,000 എക്സീഡ് ചെയ്താലോ, 50,000 എക്സീഡ് ചെയ്താലോ ടാക്സ് ചെയ്യണ്ടേ? സോ IFOs ഇവിടെ നോർമലി സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്, IFOs ടാക്സ് ചെയ്യണം, കറക്റ്റ് ആണ്. ഈ 50,000 എക്സസ് വന്നതാണോ ടാക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻറ്റയർ 50,000 ആണോ ടാക്സ് ചെയ്യുന്നത്? ഫുൾ എമൗണ്ട് അല്ലേ? ഫുൾ എമൗണ്ട്. സോ നോർമലി ഒരു സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ആണ്, അവിടെ കൊണ്ട് 50,000 കുറച്ച് വെക്കും, 51,000 അല്ലെങ്കിൽ 50,001 ₹1 എക്സസ് കിട്ടിയാലും എന്താണ്, എൻറ്റയർ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ് ഇഫ് aggregate of money received is greater than 50,000, then whole of money will be taxable. So 56 subsection 2 clause 10 പ്രകാരം 56 subsection 2 clause 10 എന്താണ്, എനിക്ക് ക്യാഷ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ എനിക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 50,000 താഴെ അല്ലെങ്കിൽ 50,000 വരെ ആണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, ഒന്നും ടാക്സ് ചെയ്യണ്ട. 50,000 മുകളിലാണെങ്കിൽ എന്താണ്, കംപ്ലീറ്റ് എമൗണ്ട് we have to tax. Okay. Yes, sir. Then so section 52 subsection 56 subsection 2 clause 10 എന്തിലേക്കാണ് പറയുന്നത്, സം ഓഫ് മണി or property, value of property, sum of money or value of property. So രണ്ടാമത്തെ കേസിലേക്ക് വരികയാണ്, പ്രോപ്പർട്ടി. സോ എനിക്ക് കിട്ടുന്നത് പ്രോപ്പർട്ടിയാണ്, പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത്. സോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാം, മൂവബിൾ പ്രോപ്പർട്ടി പറയാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെ, രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി അല്ലേ. ഒന്നുകിൽ എനിക്ക് കിട്ടുന്നത് ക്യാഷ്, അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ക്ലിയർ ആണോ? ക്യാഷ് ആണെങ്കിൽ തീർന്നു, അഗ്രിഗേറ്റ് കൺസിഡറേഷൻ, പ്രീവിയസ് ഇയറിൽ കിട്ടിയ ക്യാഷ് എമൗണ്ട്, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ക്യാഷ് എമൗണ്ട്, എനിക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയ ക്യാഷ് എമൗണ്ട് അല്ല, ഒന്നിനും എഗെയിൻസ്റ്റ്. സോ ബിസിനസ് നടത്തി അതിനകത്ത് ക്യാഷ് സെയിൽ നടന്നാലുള്ള കാര്യമല്ല പറയുന്നത്, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ക്യാഷ് അഗ്രിഗേറ്റ്, പലരുടെ നിന്ന് കിട്ടിയത് അഗ്രിഗേറ്റ് 50,000 വരെയാണ്, ടോട്ടൽ ഇയറിൽ എടുത്തു കഴിഞ്ഞാൽ 50,000 വരെ ആണെങ്കിൽ എക്സംപ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. ഇഫ് ഇറ്റ് എക്സീഡ്സ്, എങ്ങനെയാണെങ്കിൽ എന്താണ്, ആദ്യം മുതൽ, ദാറ്റ് മീൻസ് ഓവർ ആൻഡ് അബവ് 50,000 അല്ല, എൻറ്റയർ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFRS. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോർഷൻ? Yes, sir. ക്ലിയർ ആണ്. ചോദിക്കുന്ന ഈ ഏരിയ ആണ്.
ക്യാഷ് നെയിം വരും. ദെൻ പ്രോപ്പർട്ടി നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. മൂവബിൾ പ്രോപ്പർട്ടി, ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. Immovable property. Okay, movable property, immovable property. So, ശ്രദ്ധിക്കുക, immovable property, movable property. So, property നമ്മൾ ഡെഫിനിഷൻ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So, movable property തന്നെ without consideration, that means pakka gift, without consideration. Then second scenario എന്താണ്? Inadequate consideration. First one without consideration, second case എന്താണ്? Inadequate consideration ആണെങ്കിൽ. Without consideration ആണെങ്കിൽ ശ്രദ്ധിക്കാം, if സോ അതായത് എനിക്ക് പ്രീവിയസ് ഇയറിൽ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടെല്ലാം ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം, വിത്തൗട്ട് കൺസിഡറേഷനിൽ കിട്ടിയ സോ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യും. വിത്തൗട്ട് കൺസിഡറേഷൻ, ദാറ്റ് മീൻസ് കൺസിഡറേഷൻ ഇല്ലാതെ കിട്ടിയ മൂവബിൾ പ്രോപ്പർട്ടിയുടെ അഗ്രിഗേറ്റ് വാല്യൂ, ഇവിടെ വേർഡ് അണ്ടർലൈൻ ചെയ്യുക, അഗ്രിഗേറ്റ്. ദാറ്റ് മീൻസ് എനിക്ക് കഴിഞ്ഞ, അതായത് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതിന്റെ അഗ്രിഗേറ്റ് കൺസിഡറേഷൻ. സോ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ അഗ്രിഗേറ്റ്. Aggregate fair market value. Okay, so എനിക്ക് കിട്ടിയ വിത്തൗട്ട് കോസ്റ്റ് അല്ലേ, വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലേ. സോ എനിക്ക് കിട്ടിയ ഈ പറയുന്ന മൂവബിൾ അസറ്റ്സിന്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ എല്ലാം അന്നത്തെ അഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുമ്പോൾ ഫെയർ മാർക്കറ്റിൽ ഈസ് up to rupees 50,000. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞ പോലെ നോട്ട് ടാക്സബിൾ. If aggregate FMV exceeds 50,000 ആണെങ്കിലോ എന്ത് ചെയ്യും? ഡിഫറൻസ് ആണോ അല്ലെങ്കിൽ നേരത്തെ പോലെ എൻറ്റയർ FMV ടാക്സ് ചെയ്യും? എനിക്ക് കിട്ടിയത് മൂവബിൾ പ്രോപ്പർട്ടി ആണ്, വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് കിട്ടിയത്. എനിക്ക് കിട്ടിയ അസറ്റിന്റെ എല്ലാം ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്തപ്പോഴത്തേക്ക് 51,000 രൂപ വന്നു. അങ്ങനെയാണെങ്കിൽ IFOSൽ ടാക്സ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1000 ആണോ 51,000 ആണോ? 51,000. ഓക്കെ, എൻറ്റയർ. സോ FMV എക്സീഡ് ചെയ്താൽ എൻറ്റയർ FMV shall be taxed. Entire FMV എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? Yes, sir. Okay, so ഇതേപോലെ മണി കിട്ടിയത് പോലെ തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ. സോ മൂവബിൾ പ്രോപ്പർട്ടി ആണ് കിട്ടുന്നതെങ്കിൽ ഉണ്ടോ, മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ അതെല്ലാം പ്രീവിയസ് ഇയർ എല്ലാം കൂടി എടുക്കുമ്പോഴത്തേക്കും അതിന്റെ എല്ലാം ഫെയർ മാർക്കറ്റ് വാല്യൂ ആഡ് ചെയ്ത് 50 വരെ വരുന്നുണ്ടെങ്കിൽ ഒന്നും ടാക്സ് ചെയ്യണ്ട. 50 മുകളിലാണെങ്കിൽ എൻറ്റയർ എമൗണ്ട് ഹൗ ടു ബി ടാക്സ്ഡ്. നെക്സ്റ്റ് വൺ. ഇനി എന്താണ്? വിത്തൗട്ട് കൺസിഡറേഷൻ അല്ല, ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. എന്താണ് ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ? എനിക്ക് അസറ്റ് കിട്ടി, സോ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 50 രൂപയാണ്, എനിക്ക് കിട്ടിയത് 20 രൂപയ്ക്കാണെങ്കിൽ എന്താണ്? ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണോ അല്ലേ? ആണ്. സോ എനിക്ക് അതിനകത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ബെനിഫിറ്റ് 50 രൂപ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉള്ള ആയിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ കൊടുത്ത കൺസിഡറേഷൻ 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടായ ബെനിഫിറ്റ് എന്താ? എനിക്കുണ്ടായ ഇൻകം എന്ന് പറയാൻ എന്ത് പറയാം? എന്തായിരിക്കും? 50 രൂപയുടെ ഐറ്റം 20 രൂപയ്ക്ക് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ ബെനിഫിറ്റ് എന്താണ്?
30 രൂപ. അതെങ്ങനെ കിട്ടി? ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് ഞാൻ കൊടുത്ത കൺസിഡറേഷൻ കുറച്ചു അല്ലെ? സോ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ് വരുന്നതെങ്കിൽ നോക്കുക, ഇഫ് aggregate of difference, so that means no, so എനിക്ക് കിട്ടിയ എല്ലാ ഐറ്റംസിന്റെയും ഫെയർ മാർക്കറ്റ് അഗ്രിഗേറ്റ് ഓഫ് ഡിഫറൻസ്, ദാറ്റ് മീൻസ് ഫെയർ മാർക്കറ്റ് വാല്യൂ മൈനസ് കൺസിഡറേഷൻ. സോ എനിക്ക് അങ്ങനെ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടിയ എല്ലാത്തിന്റെയും ആക്ച്വൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, ഞാൻ കൊടുത്ത കൺസിഡറേഷൻ, ആ ഡിഫറൻസ് എടുത്തു വരുമ്പോൾ അഗ്രിഗേറ്റ് ഡിഫറൻസ് is up to rupees 50,000, not taxable. So ഈ ഡിഫറൻസ് കിട്ടുന്നത് 50,000 വരെയാണെങ്കിൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. If exceeds 50,000, then difference will be taxed. So that means entire difference will be taxed under IFOS. Clear or no? Clear ആണ്. So ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടും കൂടെ ക്ലബ് ചെയ്തത് രണ്ടാണ്. വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടുന്നതും ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടുന്നത് സെപ്പറേറ്റ്. സോ ഇവിടെ ആണെങ്കിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ ഡിഫറൻസ്, ആ ഡിഫറൻസിന്റെ അഗ്രിഗേറ്റ് 50,000 വരെയാണെങ്കിൽ നമുക്ക് എന്താണ് taxability attract ചെയ്യില്ല. If it exceeds 50,000, that means entire difference will be taxed under IFOS under section 56 subsection 2 clause 10. Okay. Clear no? Okay. Then എന്താണ് immovable property. So immovable property in the sense എന്തൊക്കെ വരാം? Immovable property, land, building or both. Land ആകാം, ബിൽഡിംഗ് ആകാം, രണ്ടും കൂടാ. ഇവരെ ക്ലിയർ ആണ് അല്ലെ? ക്യാഷ് കിട്ടുന്നത്, മൂവബിൾ പ്രോപ്പർട്ടി കിട്ടുന്നത്, രണ്ട് സെനാരിയോ കഴിഞ്ഞു. ഇനി മൂവബിൾ പ്രോപ്പർട്ടി കൂടെ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനം. ദെൻ പ്രോപ്പർട്ടി എന്താണെന്നും എക്സെപ്ഷണൽ കേസും 57 56 58 കഴിഞ്ഞാൽ IFOS കഴിഞ്ഞു. Immovable property. Yes, sir. സോ നമുക്ക് ഈ പറഞ്ഞ ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ രണ്ടും കൂടെ നമുക്ക് എങ്ങനെ കിട്ടാം? ഒന്നെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാം വിത്തൗട്ട് കൺസിഡറേഷൻ, പക്ക ഗിഫ്റ്റ്. അല്ലെങ്കിൽ എങ്ങനെ കിട്ടാം? രണ്ട് രീതിയിൽ വരാം. ഫസ്റ്റ് കേസ് എന്താണ്? വിത്തൗട്ട് കൺസിഡറേഷൻ, ഇത് inadequate consideration. Okay, രണ്ട് രീതിയിലാകാം. വിത്തൗട്ട് കൺസിഡറേഷൻ, inadequate consideration. Without consideration, then inadequate consideration. Okay. So നമുക്ക് മണിയുടെ കേസിലും മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിലും നമ്മൾ അഗ്രിഗേറ്റ് ആയിരുന്നു എടുക്കുന്നത്. സോ ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് ലാൻഡോ ബിൽഡിങ്ങോ എല്ലാം രണ്ടും കൂടെ ചേർത്തുവാണെങ്കിൽ എന്താണ്? അഗ്രിഗേറ്റ് പരിപാടിയില്ല. എന്താണ്? പെർ പ്രോപ്പർട്ടിയാണ്. പെർ പ്രോപ്പർട്ടി, അഗ്രിഗേഷൻ ഇല്ല. ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഡിഫറൻസ്. പെർ പ്രോപ്പർട്ടിയാണ്. ഇഫ് പെർ പ്രോപ്പർട്ടി, സോ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടെ എന്തുമായിട്ട് നമ്മൾ നോക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പെർ പ്രോപ്പർട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അപ് ടു rupees 50,000 ആണെങ്കിൽ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അപ് ടു rupees 50,000 ആണെങ്കിൽ നോട്ട് ടാക്സബിൾ. If stamp duty value greater than rupees 50,000 ആണെങ്കിലോ entire amount will be taxed. Entire amount will be taxed. So ഇവിടെ അഗ്രിഗേറ്റ് വന്ന പരിപാടിയില്ല ഇമ്മോൾ പ്രോപ്പർട്ടിക്ക്. Then entire
stamp duty value will be taxed. Okay. Yes, sir. Yes, sir. Inadequate consideration ആണെങ്കിലും ഇവിടെയും എന്താണ് പെർ പ്രോപ്പർട്ടി ആണ്, അഗ്രിഗേഷൻ പരിപാടിയില്ല. സെപ്പറേറ്റ് പെർ പ്രോപ്പർട്ടി ആണ്, അഗ്രിഗേഷൻ പരിപാടിയില്ല. പെർ പ്രോപ്പർട്ടി. If പെർ പ്രോപ്പർട്ടി നമ്മൾ ഇവിടത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എങ്ങനെ അറിയും? ഇവിടുത്തെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എങ്ങനെ അറിയും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൈനസ് ആക്ച്വൽ കൺസിഡറേഷൻ അല്ലേ? സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1,00,000 എന്ന് പറഞ്ഞു, ഞാൻ ആക്ച്വൽ കൺസിഡറേഷൻ കൊടുത്ത് 20,000 ആണെങ്കിൽ ആ ഡിഫറൻസ് അല്ലേ എനിക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്? Yes, sir. Okay. Then if property difference, so per property stamp duty value minus consideration difference, per property difference consideration greater than 50,000, so that means up to 50,000 taxability attract cheyilla, and stamp duty value minus consideration greater than 50,000 and no. So ഇവിടെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത പോലെ 50C-യിലും 43CA-യിലും ഡിസ്കസ് ചെയ്ത പോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയിൽ കൂടുതലായിരിക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈസ് മോർ ദാൻ 50C-യിൽ എത്രയായിരുന്നു അത്? 110% ഓഫ് കൺസിഡറേഷൻ അല്ലേ? ക്ലിയർ? Yes, sir. സോ അല്ലെങ്കിൽ എന്തെടുക്കില്ല? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കില്ല, ആക്ച്വൽ കൺസിഡറേഷൻ എടുക്കുള്ളൂ. There will not be any difference. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 110% കൂടുതലാണെങ്കിൽ മാത്രമേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആൻഡ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇസ് മോർ ദാൻ 110%, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഈ ഡിഫറൻസ് നമ്മൾ എന്തിലോട്ട് ടാക്സ്? അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ 50C പ്രകാരം എന്തെടുക്കുള്ളൂ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുള്ളൂ. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്താലല്ലേ എന്തെങ്കിലും ഡിഫറൻസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ക്യാപിറ്റൽ ഗെയിനിൽ ഡിഫറൻസ് വരത്തില്ല. ഇവിടെയും അതേപോലെ തന്നെ ഡിഫറൻസ് വരണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 10% ആക്ച്വൽ കൺസിഡറേഷനെക്കാട്ടിലും 10%-ത്തിലും കൂടുതലാണെങ്കിൽ മാത്രമാണ്. ദെൻ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ദെൻ ഡിഫറൻസ് സോ ഇവിടെ ഡിഫറൻസ് will be taxed. Difference will be taxed. Difference will be taxed. So നമ്മൾ സെക്ഷൻ 43CA ഓർമ്മയുണ്ടോ? 43CA ഏത് ഹെഡിലാണ് ഡിസ്കസ് ചെയ്തത്? CA സോ ഇമോൾ പ്രോപ്പർട്ടി സ്റ്റോക്ക് ആയിട്ട് ഹെൽഡ് ചെയ്തിട്ട് സെയിൽ നടത്തിയാൽ സെയിൽ കൺസിഡറേഷൻ ലെസ് ദാൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണെങ്കിലുള്ള സിനാരി അല്ലേ? സോ ഇവിടെ ശ്രദ്ധിക്കാം, താഴെ സ്റ്റാർ ഇട്ടൊരു പോയിന്റ് എഴുതുക. following conditions are satisfied %, instead of 10% is allowed. So that means actual consideration of stamp duty value തമ്മിലുള്ള ഡിഫറൻസ് 110 എന്നുള്ള 120% വരെ തരും ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ്
transfer of residential unit take place during 12th November 2020 to June 2021. So ഈ പീരീഡിലായിരിക്കണം എന്താണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. Second one, such transfer is by way of first type allotment of residential unit to any person. Okay, that's one. Consideration received or accrued is up to rupees 2 crores. So ഇതിനെ against ആയിട്ടുള്ള കൺസിഡറേഷൻ റിസീവ്ഡ് അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നത് എത്ര വരെ ആകാനും പാടുള്ളൂ? 2 കോടി വരെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 10 നമുക്ക് എത്ര എടുക്കാം? ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ടോളറൻസ് റേറ്റ് എന്ന് പറയുന്നത് 110 എന്നുള്ളത് 120 വരെ ആകാം. അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സാർ ഈ 110 ആക്ച്വൽ കൺസിഡറേഷന് 110%നേക്കാൾ കൂടുതൽ SDV ആയാൽ മാത്രമേ നമ്മൾ ഈ ഡിഫറൻസ് എടുക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് അതർവൈസ് നമുക്ക് ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെക്ഷൻ 50C പ്രകാരവും 43CA പ്രകാരവും നമ്മൾ 2 സെക്ഷനാണ്, ഒന്ന് PGBPയിലും ഒന്ന് 50C, ബാക്കിയെല്ലാം സെയിം ആണ്. സോ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണമെങ്കിൽ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മൾ അങ്ങനെ എടുത്താലല്ലേ ആക്ച്വൽ കൺസിഡറേഷനെക്കാട്ടിലും കൂടുതലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. സോ ഒരു 10% വരെ ടോളറേറ്റ് ചെയ്യാം. സോ ഈ പറയുന്ന ക്രൈറ്റീരിയ ആണെന്നുണ്ടെങ്കിൽ 20% വരെ ടോളറേറ്റ് ചെയ്യാം. സോ അതിന് മുകളിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷനെക്കാട്ടിലും 110% മുകളിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എന്തായിട്ട് എടുക്കുള്ളൂ? ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് അവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് തന്നെയാണ് ആക്ച്വൽ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത്? ആക്ച്വൽ കൺസിഡറേഷൻ തന്നെ ആയിരിക്കും എന്ത്? ഫുൾ വാല്യൂ. സോ ഇങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ എന്ത് എടുക്കുള്ളൂ? ആസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുള്ളൂ. അതർവൈസ് എന്താ എടുക്കുള്ളൂ? ഓഫീസർ എന്താ എടുക്കുള്ളൂ? ആക്ച്വൽ കൺസിഡറേഷൻ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ there will not be any difference. ഓക്കേ സർ. അപ്പൊ ആ ടൈമിൽ മാത്രമേ ഈ ഡിഫറൻസ് നോക്കി 50,000 കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ, അതായത് 110 ആക്ച്വൽ കൺസിഡറേഷന്റെ 100 രൂപയാണ്, 111 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണെങ്കിൽ മാത്രമേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്തേയില്ല. സോ അത് കൺസിഡർ ചെയ്തിട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 50,000 എക്സീഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഫുള്ള് ടാക്സി. ആ ഡിഫറൻസ് ഫുള്ള് ടാക്സി. സോ ഈ പറയുന്ന കണ്ടീഷൻ റെസിഡൻഷ്യൽ ഹൗസ് ഈ പറഞ്ഞ പീരീഡിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് 2 crores വരെയാണ് കൺസിഡറേഷൻ എങ്കിൽ എന്താണ് ഈ പറഞ്ഞ 10 എന്നുള്ളത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് 20 വരെ കൊടുക്കാം. അതായത് 120% മുകളിൽ ആയെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ? ഡിഫറൻസ് കണ്ടുപിടിച്ച് ആ ഡിഫറൻസ് 50,000 മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? IFOSൽ ടാക്സ് ചെയ്യും. ക്ലിയർ ആണ്? പറ്റില്ല? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഉണ്ടോ? ഗിഫ്റ്റ് ആയിട്ട് മണി കിട്ടിയാലും അഗ്രിഗേറ്റ് ആണ്, ഗിഫ്റ്റ് ആയിട്ട് മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിയാലും അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റ് രണ്ട് രീതിയിലാണ്. വിത്തൗട്ട് കൺസിഡറേഷൻ സെപ്പറേറ്റ് അഗ്രിഗേറ്റ്, ഇന്നാഡിക്കേറ്റ് കൺസിഡറേഷൻ സെപ്പറേറ്റ് അഗ്രിഗേറ്റ്. ഇമ്മോള് പ്രോപ്പർട്ടി ആണെങ്കിലും എന്താണ്? വിത്തൗട്ട് കൺസിഡറേഷനും ഇന്നാഡിക്കേറ്റ് കൺസിഡറേഷൻ രണ്ടും സെപ്പറേറ്റ് ആണ്. പക്ഷെ എന്താണ്? പെർ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ട് ചെയ്യും.
സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 110%, ഇവിടെ എന്താണ് കൺസിഡറേഷനേ ഇല്ല. 1 രൂപ കിട്ടിയാലും എന്താണ് ആ പറയുന്ന കൂടുതലാണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. സോ ഇതുകൊണ്ടാണ് ഇവിടെ ആക്ച്വൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 then that stamp duty value will be taxable. Entire stamp duty value will be taxable. So inadequate consideration വരുമ്പോൾ മാത്രമേ ഉള്ളൂ കൺസിഡറേഷൻ ഇത്ര പെർസെന്റേജ്. ഇവിടെ കൺസിഡറേഷൻ ഈസ് 0. സോ 0യുടെ 110% എടുത്താലും 0 തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു 10% അല്ലെങ്കിൽ 20%, 110% എന്ന് എടുത്തു പറയാതിരുന്നത്. ക്ലിയർ അല്ലേ? ഇവിടെ നേരത്തെ ശ്രുതി ചോദിച്ചോളൂ, ഇവിടെ കണ്ട ആൻഡ് ആണ്, ഓറല്ല. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതൽ 10% കൂടുതലായിരിക്കും വേണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂം ആക്ച്വൽ കൺസിഡറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് 50,000 മുകളിലാകുകയും വേണം. രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പെർ പ്രോപ്പർട്ടി ആ കിട്ടുന്ന ഫിഗർ, ആ ഡിഫറൻസ് ഫിഗർ എന്തിൽ വരത്തുള്ളൂ, IFOSൽ ടാക്സ് ചെയ്യുള്ളൂ. ഓക്കെ, Yes, sir. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മള് പ്രോപ്പർട്ടി എന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായിരിക്കും, ഒന്നുകിൽ മണി ഓർ പ്രോപ്പർട്ടി. സോ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം എന്താണ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. സോ ഇവിടെ എ ക്യാപിറ്റൽ അസെറ്റ് of assessee, namely immovable property being land or building or both, then shares and securities, jewelry, archaeological collections, drawings, paintings, sculptures, any work of art, bullion. Okay, so ഇത്രയുമാണ് പ്രോപ്പർട്ടി. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്ന ഐറ്റം. സോ ഇവിടെ നമുക്ക് ആക്ച്വലി ഇത് ശരിക്കും എന്തിനകത്ത് വരുന്നുണ്ട്, ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ വരുന്ന ഐറ്റംസ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഇവിടെ എന്തുകൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. ഓക്കെ, സോ 2 സബ്സെക്ഷൻ 14 എനി മൂവബിൾ ഐറ്റംസ് ഓഫ് പേഴ്സണൽ നേച്ചർ, പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ എന്ന് പറയുന്നതിനകത്ത് എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. ഷെയർസ്, സെക്യൂരിറ്റീസും ബുള്ളിയനും കൂടെ വരുന്നുണ്ട്. സോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത്, പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷനോ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനോ കിട്ടിയാൽ മാത്രമേ എന്തിനകത്ത് അട്രാക്ട് ചെയ്യുള്ളൂ, IFOSൽ. ഇവിടെ ഒന്ന് നോക്കാം, എനിക്കൊരു കാർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, IFOS അട്രാക്ട് ചെയ്യും. സോ കാർ മൂവബിൾ ആണ്, ഉടനെ തന്നെ ഫെയർ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ച് ഡിഫറൻസ് എടുക്കോ? പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷനിൽ വരണ്ടേ? പ്രോപ്പർട്ടിയിലെ ഡെഫിനിഷനിൽ വന്നില്ല എങ്കിൽ ഇവിടെ വരത്തില്ല, IFOSൽ വരില്ല. സോ ഒരു വലിയ വില കൂടിയ വാച്ച് കിട്ടി, അതും എന്തിനകത്ത് വരത്തില്ല. പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വന്നിട്ട് മണി അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വന്നിട്ട് എന്ത് നോക്കണം, പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വന്നില്ല എങ്കിൽ എവിടെ അട്രാക്ട് ചെയ്യില്ല. ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാലും വിത്തൗട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയാലും 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം അട്രാക്ട് ചെയ്യില്ല. സോ അപ്പൊ നോക്കാം, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഏറ്റവും വില കൂടിയ കാറ് തന്നാൽ, സോ നമുക്ക് എന്താണ് കിട്ടുന്ന ആൾക്ക് ഇത് ഗിഫ്റ്റ് ആണ്, സോ ഇത് കാർ ആയതുകൊണ്ട് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്നില്ല, അതുകൊണ്ട് ടാക്സ് ചെയ്യത്തില്ല. കിട്ടുന്ന ആൾക്ക് IFOSൽ ടാക്സ് ചെയ്യത്തില്ല. സോ പക്ഷേ ഇവിടെ ഉണ്ടോ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ഭയങ്കര ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും കാർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ആളുടെ സോഴ്സ് ആര് നോക്കും, അതോറിറ്റി നോക്കും. സോ അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് നോക്കാം, ഇവര് ഇങ്ങനെ ഒരു കാർ ഇയാൾക്ക് കൊടുക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള സോഴ്സ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് തന്നത്, ഇയാൾക്ക് ഏതാണ് സോഴ്സ് എന്ന് അതോറിറ്റി വെരിഫൈ ചെയ്യും. അത്ര വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആകുന്ന ഈ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരാത്ത ഗിഫ്റ്റ് ആണെങ്കിൽ കിട്ടുന്ന ആൾക്ക് ടാക്സ് ഇല്ല, പക്ഷെ കൊടുക്കുന്ന ആൾക്ക് എന്ത് ടെസ്റ്റ് ചെയ്യും, അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം. ഇങ്ങനെ ഒരു ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം അയാൾക്ക് ഇൻകം എന്താണുള്ളത്, അയാൾ ആക്ച്വലി ടാക്സ് പേ ചെയ്യുന്ന ആളാണോ, ആഡിക്വേറ്റ് ടാക്സ് പേ ചെയ്യുന്ന ആളാണെന്നുള്ളതൊക്കെ ഉള്ള ഒരു എൻക്വയറി ആളുടെ പാർട്ടിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് കാർ വാങ്ങിച്ചോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെഫിനിഷൻ വരാത്ത കുറെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് ടാക്സ് ഇവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ക്ലിയർ അല്ലേ? Yes, sir. ഇനി
ശ്രദ്ധിക്കാം ഉണ്ടോ? സോ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷന് പുറത്തു വരുന്ന സംഭവം എന്തല്ല ഇതിനകത്ത് വരില്ല. ദെൻ പ്രോപ്പർട്ടിയിൽ തന്നെ നോൺ ആപ്ലിക്കബിലിറ്റി, ദാറ്റ് മീൻസ് എക്സെപ്ഷണൽ ക്രൈറ്റീരിയ ആണ് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 എക്സെപ്ഷൻ കിട്ടുന്നതാണ്. സം ഓഫ് മണി റിസീവ്ഡ് ഓർ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം എ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ എന്താണ്? എന്റെ റിലേറ്റീവിന്റെ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയാലും എന്ത് വരത്തില്ല, അത് എന്തിലോട്ട് ആഡ് ചെയ്യത്തില്ല? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം എനിക്ക് കിട്ടിയായിട്ട് കൂട്ടില്ല. റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ അല്ലേ? Then on the occasion of marriage of individual, so ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് ഓഫ് ഇൻഡിവിജ്വൽ, സോ ഇൻഡിവിജ്വലിന്റെ മാരേജിന്റെ ഒക്കേഷനിൽ കിട്ടുന്ന ഗിഫ്റ്റ്, അത് ക്യാഷ് ആയാലും പ്രോപ്പർട്ടി ആയാലും എന്തായാലും എത്ര വില വന്നാലും എന്താണ്? ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. ഓക്കെ, സോ ഒക്കേഷൻ ഓഫ് മാരേജ്. സോ ഇവിടെ കണ്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചുകൂടി താട്ടി വയ്ക്കും 5ാമത്തെ വിവാഹ വാർഷികത്തിന്റെ അന്ന്. സോ അതല്ല പറയുന്നത്, വിവാഹ വാർഷികത്തിനെ കുറിച്ചോ ബർത്ത്ഡേയെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് എനി ഗിഫ്റ്റ് വിൽ ബി എക്സംപ്റ്റഡ്, എത്ര വലുതാണെങ്കിലും. സോ പിന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സംടൈംസ് കുറച്ചുകൂടി ബ്രില്യന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒക്കേഷൻ ഓഫ് മാരേജ് ഒരു 10 lakh rupees കിട്ടി, സോ അത് ടാക്സബിൾ ആണോ? അല്ല. ആ 10 lakh rupees ബാങ്കിൽ FD ഇട്ടു, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി, ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. ഇല്ല, ആ ഇൻട്രസ്റ്റ് എന്ത് വരും? ഇൻട്രസ്റ്റ് ഇൻകം 4 ഹെഡിലും വരത്തില്ല. അതുകൊണ്ട് എനിക്ക് എവിടെ ടാക്സ് ചെയ്യും? ഇൻകം ഉണ്ടായിട്ടുള്ള 56 സബ്സെക്ഷൻ 1 പ്രകാരം, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFOS. ോ ആ കിട്ടുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ ആകാത്തത്, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ മാരേജിന്റെ കേസിൽ എംപ്ലോയർ കൊടുത്താലോ? മാരേജിന്റെ കേസിൽ എംപ്ലോയർ കൊടുത്തില്ല. ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് ആണെങ്കിൽ, സോ എംപ്ലോയിക്ക്, പക്ഷെ അവിടെ ഒരു ഇതുണ്ട്, എംപ്ലോയിക്ക് 5000-ന് മുകളില് ബെനിഫിറ്റ് കൊടുത്തില്ല. എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ബേസിസിൽ 5000 രൂപയ്ക്ക് മുകളില് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, സോ ആ മാരേജിന് കൊടുക്കുന്നതും എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എംപ്ലോയിക്ക് ബെനിഫിറ്റ് 5000-ന് മുകളിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ബെനിഫിറ്റ് 5000-ന് മുകളിൽ. സോ അവിടെ എന്ത് വരുന്നുണ്ട്? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്നത് ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന സെനാരിയോ അവിടെ അട്രാക്ട് ചെയ്യും. 5000-ന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. സോ അതാണ് നമ്മൾ എടുത്ത് പറയുന്നത്. എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ മാത്രം, 4 ഹെഡിലും വരത്തില്ലെങ്കിൽ ഇവിടെ വരത്തുള്ളൂ. അവിടെ ഓൾറെഡി എന്താണ് 17-ൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് പെർക്വിസ്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ ബെനിഫിറ്റ് ഇത്രയിൽ 5000-ൽ കൂടുതൽ കൊടുത്താൽ ഫുള്ള് ടാക്സ് ചെയ്യണം. അല്ലെങ്കിൽ സോ എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് 5000 കുറച്ചിട്ട് ബാക്കി ടാക്സ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇത് ഉണ്ടോ, ഏത് ഒക്കേഷൻ ആണെങ്കിലും അത് കൊടുക്കുന്നത് എന്താണ്? എംപ്ലോയി ഇതിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ, റിലേഷന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ അല്ലേ? Under a will or by way of inheritance, incompetent death of payer or donor, a local authority, then 112AA registration, charitable association, then by way of funded trust institution or any other education institution, so and so. So idella, so നമ്മൾ നോർമലി വരുന്നത് ഈ കേസസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. Then ഫസ്റ്റ് നോക്കാം, ഫ്രം എ റിലേറ്റീവ്. സോ ആരാണ് റിലേറ്റീവ്? ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആരൊക്കെയായിരിക്കും എന്റെ റിലേറ്റീവ്? ഇൻഡിവിജ്വൽ ആണ്. സോ ഇൻഡിവിജ്വലിന്റെ സ്പൗസ്, സോ മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ തിരിച്ച് എന്താ സ്പൗസ്, ഇൻഡിവിജ്വലിന്റെ സ്പൗസ് ഓഫ് ഇൻഡിവിജ്വൽ. ദെൻ ഇൻഡിവിജ്വലിന്റെ ബ്രദർ, സിസ്റ്റർ. Then individual brother, sister. Individual, yes, individual, spouse, sisters or brothers or sisters of individual, brother or sister or spouse of individual, brother or sister or either parents of individual. Individual parents brothers or sisters. So then lineal ascendant or descendant of the spouse of the individual. Then spouse of any other person referred above. HF in the case any members. Clear? Relative in the definition.
Yes, sir. ക്ലിയർ ആണ്. ശ്രദ്ധിക്കാം, ഇൻഡിവിജ്വലിന്റെ സ്പൗസ്, ലീനിയർ അസെൻഡന്റ്, ലീനിയർ ഡിസെൻഡന്റ് എല്ലാം തന്നെ വരും. ദെൻ സ്പൗസിന്റെ ആണെങ്കിൽ ശ്രദ്ധിക്കാം, ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ഓഫ് എയ്തർ പാരന്റ്സ് ഓഫ് ദ, അതായത് ഇൻഡിവിജ്വൽ, ദാറ്റ് മീൻസ് നമ്മുടെ അസസിയുടെ പാരന്റ്സിന്റെ ബ്രദറും സിസ്റ്ററും എന്തിന്റെ ഡെഫിനിഷനിൽ വരും? റിലേറ്റീവിന്റെ ഡെഫിനിഷൻ വരും. പക്ഷേ ആര് ഡെഫിനിഷനിൽ വരുന്നില്ല? ഇൻഡിവിജ്വലിന്റെ സ്പൗസിന്റെ പാരന്റ്സിന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും. ക്ലിയർ? അതാണ് നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്ന പോയിന്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ രണ്ട് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്ഷൻ 57. സെക്ഷൻ 57. സോ 57 നമ്മൾ ഓൾറെഡി ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? സെക്ഷൻ 57 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? 50% allowed as deduction. So first one നോക്കാം. In case of dividend, note here, dividend. In case of dividend or income, in case of dividend or income, in respect of units of mutual fund, units of mutual funds, or income from income in respect of units from a specified company, units from a specified company. So ഈ കേസിൽ interest expenditure to earn such income, interest expense to earn such income. So ഈ income ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി, ഡിവിഡൻഡ് അതായത് ഷെയർസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഫണ്ട് ഇൻട്രസ്റ്റിനാണ് എടുത്തിട്ടാണ് ഈ പറഞ്ഞ ഷെയർസ് അക്വയർ ചെയ്തതെങ്കിൽ ഇൻട്രസ്റ്റ്, ആ ഇൻകം ഏൺ ചെയ്യാനായിട്ട് കൊടുത്ത ഇൻകം സ്റ്റാർട്ട് എഴുതുക. സച്ച് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, സച്ച് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് cannot exceed 20% of such income. ആ ഇൻകത്തിന്റെ 20% മുകളിൽ എന്താണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? മാക്സിമം എത്ര വരെ തരത്തുള്ളൂ? 20% വരെ ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് വൺ, in case of interest on securities, interest on securities, in case of interest on securities, in case of interest on securities, a reasonable sum as paid as commission or remuneration, commission or remuneration to a bank or any person. So reasonable ആയിട്ടുള്ള, so interest security against interest income കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സോ ഏതെങ്കിലും ബാങ്ക് ത്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺ ത്രൂ ആണ് അവർക്ക് കൊടുത്ത കമ്മീഷൻ. സോ ഇത് പ്രൊക്വയർ ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്ത കമ്മീഷൻ റീസണബിൾ ആയിട്ടുള്ള ആണെങ്കിൽ എന്ത് ചെയ്യാം, അത് കുറച്ചിട്ട് ബാക്കിയുള്ളത് എന്തിൽ കാണിച്ചാൽ മതി? IFOS കാണിച്ചാൽ മതി. Then family pension. ഫാമിലി പെൻഷൻ നമുക്ക് IFOS ആണ് കാണിക്കുന്നത്. സോ ഇതിനകത്ത് ഡിഡക്ഷൻ കിട്ടുന്നത് 33 and 1/3% of such
income or rupees 15,000, whichever is less. So ഇതിൽ ഏതാണോ least അത് നമുക്ക് എന്തായിട്ട് കാണിക്കാം, deduction ആയിട്ട് കാണിക്കാം 57 പ്രകാരം. Last one, interest on compensation. Interest on compensation or enhanced compensation. Interest on compensation or enhanced compensation. So that we already discussed it. It is 50% of such interest income. So the matter extra discuss another 1/3 അല്ലെങ്കിൽ 33 and 1/3% of such income or 15,000. ഇതിൽ ഏതാണ് ലീസ്റ്റ് അത് ലെസ് ചെയ്യാം. എന്തായിട്ടാണെങ്കിൽ ഫാമിലി പെൻഷൻ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, ശരിയാണോ? Yes, sir. Yes, sir. Yes, sir. So then problems വരുന്നത്. First question, okay. Rahul, a resident Indian holding 28% equity shares in a company, took a loan of rupees 5 lakh from the same company. On the date of granting loan, the company had an accumulated profit of 4 lakh. The company is engaged in some manufacturing activity. So that means main business of company endalla lending of money alla manufacturing activity aanu. 28% equity shares hold ചെയ്യുന്ന ഒരാൾക്ക് എന്ത് കൊടുത്തു, 5 ലക്ഷം ലോൺ കൊടുത്തു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു 4 ലക്ഷം ഉണ്ട് കമ്പനിക്ക്. on that particular date 4 ലക്ഷം ഉണ്ട് accumulated profit. അങ്ങനെയാണെങ്കിൽ is the amount of loan is taxable as deemed dividend if the company is a company in which public are substantially interested. Do answer. No. Okay. So public company ക്ക് എന്താണ്, public company ആണെങ്കിൽ എന്താണ്, so section ഏതാണ് പറയാ 2 subsection 22 clause E ആർക്ക് മാത്രമേ applicable ആകത്തുള്ളൂ, closely held കമ്പനിക്ക് applicable ആകത്തുള്ളൂ. സോ ഉണ്ട് ഫസ്റ്റ് ആൻസർ നമുക്ക് എന്താ പറയാ, പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്താണ് ടാക്സേഷൻ അട്രാക്ട് ചെയ്യില്ല. ദെൻ സെക്കൻഡ് കേസ് ആണെങ്കിലോ, what would be your answer if the lending company is a private limited company? Lending company is a private limited company. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? Attract him to the extent of accumulated profit. To the extent of accumulated profit. That means under 2 subsection നമുക്ക് പക്ക തിയറി ക്വസ്റ്റൻ ആണ്, എക്സാം ടെസ്റ്റബിൾ ടൈപ്പ് ക്വസ്റ്റൻ ആണ്, പക്ക തിയറി ക്വസ്റ്റൻ ആണ്. സോ ഇവിടെ എത്രയാണ് 28% ഹെൽഡ് ചെയ്യുന്ന ആൾക്കാണ്. സോ ആ പറയുന്ന ഷെയർ ഹോൾഡർക്ക് ലോൺ കൊടുത്തിരിക്കുന്ന എത്രയാണ്, 5 ലക്ഷം അട്രാക്ട് ചെയ്യും. പക്ഷേ ഒരു ക്ലോസ് ഉണ്ട്, എന്താണ്, ടു ദ എക്സ്റ്റെന്റ് ഓഫ് അക്യൂമുലേറ്റഡ്. സോ ഇതിനകത്ത് ഈ 5 ലക്ഷത്തില് 4 ലക്ഷം എന്തിൽ നിന്നാണ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ്. സോ ബാക്കി 1 ലക്ഷം എന്താണ്, അതിൽ നിന്നല്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് ടാക്സബിലിറ്റി, സോ കമ്പനിയുടെ ഇതിനകത്ത് എന്താണ് IFOSൽ കണക്കാക്കും. പക്ഷെ എത്രയേ കണക്കാക്കത്തുള്ളൂ, 4 ലക്ഷം വരെ ഡീംഡ് ഡിവിഡന്റ് ആയിട്ട് കണക്കാക്കും. സോ ട്രീറ്റഡ് ആസ് 4 lakh will be treated as deemed dividend under section 2 subsection 22 clause E. Clear? Yes. Yes, sir. Yeah. Second question. Is there a dealer in shares received the following without consideration during the previous year 2021-22 from his friend Mr. B? Cash gift of rupees 75,000 on his anniversary. Then bullion, the fair market value of which was 60,000 on his birthday, 19th June 2021. A plot of land at Faridabad on 1st July 2021. Stamp duty value of which is 5 lakh as on the date. Mr. B had purchased the land in April 2009.
Mr. A purchased his from his friend Mr. C, who is a dealer in shares, 1,000 shares of X Limited at 400 each on 19th June 2021. The fair market value of which was 600 each on that date. Mr. A sold these shares in the course of business as on 23rd June 2021. Further, on 1st November 2021, Mr. A took a possession of property of his building booked by him 2 years back at rupees 20 lakhs. The stamp duty value of the property as on 1st November 2021 was 32 lakhs, and on the date of booking 23 lakhs. He had paid rupees 1 lakh by account by check down payment on the date of booking. On 1st March 2022, he sold the plot of land at Faridabad for 7 lakhs. Compute the income of Mr. A chargeable under income from other source and capital gains. So, another question is question on other source capital gain Mr. A income. So, capital gain and other source. Mr. A ആണ് dealer in shares. അയാൾക്ക് ക്യാഷ് ഗിഫ്റ്റ് 75,000 കിട്ടി. അത് ടാക്സബിൾ ആണോ അല്ലയോ? ടാക്സബിൾ ആണ്. ബിക്കോസ് ക്യാഷ് ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആനിവേഴ്സറിക്കാണ് അല്ലെ? സോ ആനിവേഴ്സറിക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് computation of income. Assessment year 22-23 ആർക്കാണ്? Mr. X. So ആദ്യം income under the IFRS കണ്ടുപിടിക്കാം. Particulars amount in rupees. So first one നോക്കാം. Cash gift 75,000 ആനിവേഴ്സറിക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാഷ് ഗിഫ്റ്റ് 50,000 എക്സീഡ് ചെയ്താൽ ഒരെണ്ണം തന്നെ എന്താണ് 50,000 എക്സീഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ക്യാഷ് ഗിഫ്റ്റ് വരുമോ? ക്യാഷ് ഗിഫ്റ്റ് 75,000 ടാക്സബിൾ അതോ 75,000 ടാക്സബിളോ അതോ ഒന്നും ടാക്സബിൾ അല്ലേ? ക്യാഷ് ഗിഫ്റ്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഓൺ ഹിസ് ആനിവേഴ്സറി വരുമോ? ക്യാഷ് ഗിഫ്റ്റ് എൻറ്റയർ സെന്റ് അല്ലെ? സോ കിട്ടിയിരിക്കുന്ന ആനിവേഴ്സറി ആണ്, റിലേറ്റീവ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ 50,000 എക്സീഡ് ചെയ്യുന്നുണ്ട്. എൻറ്റയർ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFRS. ദെൻ നെക്സ്റ്റ് എന്താണ് കിട്ടിയത്? ബുള്ളിയൻ ദ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് ഈസ് 60,000 ഓൺ ഹിസ് ബർത്ത്ഡേ. സോ വിത്തൗട്ട് കൺസിഡറേഷനിൽ കിട്ടിയാണ് രണ്ടാമത്തെ. ബുള്ളിയൻ എന്തിനകത്ത് വരുന്നുണ്ട്? പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ സിൻസ് ബുള്ളിയൻ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ വരുന്നതാണ്. ബുള്ളിയൻ എന്ത് നോക്കിയാൽ മതി? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട്? 50,000 എക്സീഡ് ചെയ്യുന്നുണ്ട്. സോ എൻറ്റയർ എമൗണ്ട് വിൽ ബി ടാക്സ്ഡ്. Then a plot of land at Faridabad. So മൂന്നാമത് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്താണ്? ഒരു ലാൻഡ് കിട്ടി at Faridabad on 1st July 2021. Stamp duty as on that date 5 lakh. Mr. B purchased the land in April 2019. So plot of land Mr. B, Mr. A എന്താണ്? ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പ്ലോട്ട് ഓഫ് ലാൻഡിന്റെ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? സോ പ്ലോട്ട് ഓഫ് ലാൻഡ് മീൻസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഗിഫ്റ്റ് കൊടുത്ത ദിവസത്തെയാണോ അയാൾ വാങ്ങിച്ച ദിവസത്തെയാണോ? ഈ 5 lakh ആണോ കൺസിഡർ ചെയ്യേണ്ടത്? സോ ലാൻഡ് ഏതായിരുന്നു കിട്ടിയത്? പ്ലോട്ട് ഓഫ് ലാൻഡ്. സോ ലാൻഡ് ഇന്ത്യയിൽ കിട്ടി. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 5 lakh ഉണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഗ്രേറ്റർ ദാൻ 50,000 ആണ്. സോ എൻറ്റയർ 5 lakh വിൽ ബി ടാക്സ്ഡ്.
ഇനി എന്താണ് കിട്ടുന്നത്? മിസ്റ്റർ എ പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ സി. സോ ഫസ്റ്റ് 3 അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. മിസ്റ്റർ എ പർച്ചേസ്ഡ് ഫ്രം മിസ്റ്റർ സി ഹു ഈസ് ആൾസോ ഡീലർ ഇൻ ഷെയർസ്. സോ മിസ്റ്റർ എ ആരാണ്? ഡീലറിന് ഷെയർ ആണ്. വേറൊരു ഡീലറിന് ഷെയറിനെ മേടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് എവിടെ അട്രാക്ട് ചെയ്യത്തുള്ളൂ? ഇവിടെ അട്രാക്ട് ചെയ്യും. സോ എന്റെ ബിസിനസ് ആണോ? PGBP എന്റെ ബിസിനസ് എന്താണ്? എന്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്താണ്? ഞാൻ ഡീലറിന് ഷെയർ ആണ്. വേറൊരു ഡീലറിന് ഷെയറിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ട് അത് വിറ്റാൽ എവിടെ അട്രാക്ട് ചെയ്യത്തുള്ളൂ? PGBP അല്ലെ? സോ അതുകൊണ്ട് ഇവിടെ എന്തിനകത്ത് വരത്തില്ല? IFOSലും വരത്തില്ല, ക്യാപിറ്റൽ ഗെയിനിലും അത് വരത്തില്ല. സോ ഈ പറയുന്ന എന്താണ് എക്സ് ലിമിറ്റഡിന്റെ ഷെയർസ് വരുന്ന കേസ് അത് എവിടെ പോകത്തുള്ളൂ? PGBPയിലെ പോകത്തുള്ളൂ. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടേ വരത്തുള്ളൂ. സോ അത് PGBPയിലെ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇത് കഴിഞ്ഞു. ഇത് എവിടെയാണ്? PGBPയിലാണ് നമ്മുടെ, അതായത് സോ ഇവിടെ നമ്മൾ താഴെ നോട്ടായിട്ട് അത് എഴുതണം, അട്രാക്ട് ചെയ്യാത്തത്. സോ ഒരു സെയിം കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വേറൊരു ഡീലറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ കിട്ടുന്നത് എവിടെ വരത്തുള്ളൂ? ക്യാപിറ്റൽ ഗെയിനിലും വരില്ല, IFOSലും വരത്തില്ല, PGBPയിലാണ് വരുന്നത്. Then next one, further on 1st November 2021, Mr. A took the possession of a property office building booked by him on 2 years back at 20 lakhs. So 20 lakh in book. The stamp duty value as on that date is 32 lakhs. On the date of booking, it was 23 lakhs. Was on 1st November 2021, 32 lakhs ആണ്. Booking date 23 lakhs ആണ്. He had paid rupees 1 lakh account pay check on the date of booking. On the date of booking. ഇവിടെ അട്രാക്ട് ചെയ്യുമല്ലോ. സോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ലേ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ലേ? ഇവിടെ എത്രയാണ് കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്? As on further on 1st November 2020, Mr. A took the possession of property of building booked by him 2 years back for 20 lakh. So 20 lakh sale consideration കൊടുത്തിട്ടാണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത് 1st November 2021. സോ ബുക്ക് ചെയ്തതാണ് 2 വർഷം മുമ്പാണ്. ബുക്ക് ചെയ്തപ്പോൾ ഉള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 23 lakhs ആണ് ഇപ്പോഴത്തെ. സോ ഇന്ന് പൊസഷന്റെ ടൈമത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 32 lakhs ആണ്. ബുക്ക് ചെയ്തപ്പോൾ എന്ത് കൊടുത്തു? ഒരു അഡ്വാൻസ് കൊടുത്തു 1 lakh rupees. എന്തായിട്ട്? അക്കൗണ്ട് പേ ചെക്ക് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നത്തെ എടുക്കും? എഗ്രിമെന്റ് ഡേറ്റിൽ എടുക്കുവോ, രജിസ്ട്രേഷൻ ഡേറ്റിൽ എടുക്കുവോ? എഗ്രിമെന്റ് ഡേറ്റ്. സോ എഗ്രിമെന്റ് ഡേറ്റിൽ എത്രയുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ? 23 lakhs. സോ ഇമ്മൂവബിൾ അങ്ങനെ എഴുതുന്നുള്ളൂ ഞാൻ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടോ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയുണ്ട്? 23 lakhs. ആക്ച്വൽ കൺസിഡറേഷൻ എത്രയുണ്ട്? കൺസിഡറേഷൻ 20 lakhs അല്ലെ? സോ നോക്കാം, 20 lakhsന്റെ 110% എത്ര വരും? 20 lakhന്റെ 110%. 20 lakh. So stamp duty value 23 lakhs. 110% of consideration 22 lakhs. So ഇവിടെ നമ്മുടെ എന്താണ് കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് stamp duty value greater than 110% of consideration, then stamp duty value minus consideration difference എത്ര കിട്ടുന്നുണ്ട്? 50,000 മുകളിൽ വരുന്നുണ്ടോ? ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 1 lakh. 3 lakh. 1 lakh ആണോ? 3 lakh അല്ലേ? 3 lakh. 1 lakh എന്ന് പറഞ്ഞാൽ തെറ്റ് മനസ്സിലായോ? സോ ഇതുമായിട്ടാണോ കുറയ്ക്കുന്നത്? ആക്ച്വൽ കൺസിഡറേഷനുമായിട്ട് അല്ലേ? സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മൈനസ് ആക്ച്വൽ കൺസിഡറേഷൻ. സോ ഇവിടെ ഞാൻ ഇത് ഇട്ടു എന്ന് പറഞ്ഞ് തമ്മിൽ കുറച്ച് വെക്കരുത്. ആക്ച്വൽ ഡിഫറൻസ് വരുന്ന എത്രയാണ്?
20 ലക്ഷമാണ് എനിക്കുണ്ടോ നമ്മൾ കണ്ടോ ഒരു കോൺസെപ്റ്റ് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടിയത്? അതോറിറ്റിയുടെ പ്രകാരം 23 ലാക്ക് ആയിരുന്നു പ്രോപ്പർട്ടിയുടെ വാല്യൂ. ഞാൻ 20 ലാക്കിന് വാങ്ങിച്ചു. സോ എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടി? 13 ലാക്ക് കിട്ടി. അത് എന്തായിട്ട് കാണിക്കണം? അതർ സോഴ്സിൽ ഇൻകം ആയിട്ട് കാണിക്കണം. 3 ലാക്സ്. അത്രല്ലേ ഉള്ളൂ. ക്ലിയർ ആണോ? Yes, sir. സോ വേറെ ഇനിയൊന്നുമില്ല. ടോട്ടൽ ഇൻകം വരും അതർ സോഴ്സിൽ 3 ലാക്ക്, 5 ലാക്ക്, 8 ലാക്ക്, ദെൻ ഒരു 1.35 അല്ലെ. സോ 9,35,000 വരും IFOസിലെ ഇൻകം. ഈ 3 ലാക്ക് എടുത്തത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് 3 ലാക്ക് എടുത്തിരിക്കുന്നത്. സോ നേരത്തെ ശ്രുതി ചോദിച്ച ഡൗട്ടാണ്. അത് 110% കൂടുതലാവുകയും വേണം. ഡിഫറൻസ് 50,000 കൂടുതലാവും. ഡിഫറൻസ് 40 ഉള്ളെങ്കിൽ അപ്പോഴും നമുക്ക് എന്താണ് IFOസിൽ ടാക്സ് ചെയ്യുക. ഓക്കെ അല്ലേ? Yes, sir. ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? On 1st March 2022, he sold the plot of land at Faridabad for 7 lakhs. So, ഈ ഫരീദാബാദ് ലാൻഡ് എങ്ങനെ കിട്ടിയതാണ്? ഗിഫ്റ്റ് കിട്ടിയതാണ് അല്ലെ? സോ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും സോ അസറ്റ് വിറ്റു. ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ് വിറ്റിരിക്കുന്നത്? 7 lakh. 7 lakh. ഓക്കെ. സോ ഈ അസറ്റ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 7 lakh അസറ്റ് ഗിഫ്റ്റ്. സോ ഗിഫ്റ്റ് ഇൻഹെറിറ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അസറ്റിന്റെ വാല്യൂ. സോ ഇവിടെ നോക്കുക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ ടാക്സ് പേ ചെയ്യണം. സോ ഓൾറെഡി നോക്കിയേ, ഈ കിട്ടിയ ലാൻഡ് ഉണ്ടോ, കിട്ടിയ 5 ലക്ഷത്തിന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിലും 5 ലക്ഷം ഞാൻ എവിടെ കൊണ്ട് ടാക്സ് ചെയ്തിട്ടുണ്ട്? IFOസിൽ എനിക്ക് കിട്ടിയപ്പോ ഞാൻ ടാക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? സോ പിന്നെയും എന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാട്ട് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഡബിൾ ടാക്സേഷൻ ആണ്. സോ അതുകൊണ്ടാണ് എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഗിഫ്റ്റിന്റെ കേസിലാണെങ്കിൽ കോസ്റ്റ് ടു പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എത്രയാണ്? 5 lakh അല്ലെ? സോ 5 lakhന് പർച്ചേസ് ചെയ്തായിട്ട് പറയുന്നുണ്ട്. സോ 5 lakh കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 2 lakh കിട്ടും. സോ ഇവിടെ എന്താണ് കോസ്റ്റ് ടു ഇവിടെ ചാർജ് ചെയ്ത 5 lakhs will be taken as cost of acquisition. സോ ഇവിടെ 5 ലക്ഷം ടാക്സ് ചെയ്തുകൊണ്ട് അത് കുറച്ചേ പറ്റുള്ളൂ. ബിക്കോസ് ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാനായിട്ട് കോസ്റ്റ് ഓഫ് ഗിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ 5 lakh എന്തായിട്ട് എടുക്കും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കും. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. Next. Discuss the taxability or otherwise of the following in the hands of recipient under section 56 subsection 2 clause 10. 56 subsection 2 clause 10. Agil HF received rupees 75,000 in cash from niece of Agil, daughter of Agil's sister. Agil is the karta of HUF. സോ അഗിലിന്റെ സിസ്റ്ററിന്റെ ഡോട്ടർ. നോർമലി എന്തിൽ വരത്തില്ല? HUFന്റെ കേസിലാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലാണ് എക്സംഷൻ കിട്ടുന്നത്? മെമ്പർ. സോ അഖിലിന്റെ ഡോട്ടറിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന HUFന്റെ മെമ്പർ ആയിരിക്കില്ല. സോ അതുകൊണ്ട് എനി എമൗണ്ട് റിസീവ്ഡ്, എനി ക്യാഷ് റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് 50,000 will be taxed. So rupees 75,000 will be taxable because cash gift of rupees exceeding, aggregate cash gift of rupees exceeding 50,000 from a non-relative. So daughter of Agil's sister, not a member of HUF.
Okay. Yeah, next one. Clear la point? Yes, sir. Then either taxable or not. And a member of HUF, others HUF, transferred property to HUF without consideration. So HUF in the HUF member. So HUF a member transfer. That means HUF in a relative in a definition with HUF member. So അതുകൊണ്ട് എത്ര ട്രാൻസ്ഫർ ചെയ്താലും 50,000 മുകളിൽ എത്ര ട്രാൻസ്ഫർ ചെയ്താലും എന്ത് വരത്തില്ല. സോ റിലേറ്റീവ് ആണ്. therefore എന്താണ് ₹9 lakhs ടാക്സബിൾ ആണോ അല്ലേ? Not taxable. Not taxable. Okay, then next one. Sir, I received 100 shares of A Limited from his friend as a gift on the occasion of his 25th marriage anniversary. The fair market value as on the date was ₹100 per share. Also received a jewelry worth ₹45,000 FMV from his nephew on the same day. Then there was taxability. So കിട്ടിയത് എന്താണ്? ഫസ്റ്റ് എന്താണ്? ഷെയർസ്. ഷെയർസ് മൂവബിൾ പ്രോപ്പർട്ടി ഡെഫിനിഷൻ വരുന്നത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെഫിനിഷൻ വരുന്നതാണ്. ഷെയർസ് വരുന്നതാണ് അല്ലേ? വരൂലേ? വരും. ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് വരുന്നതാണ്. ഷെയർസ് വരുന്നതാണ്. അത് കൂടാതെ എന്തും വരുന്നതാണ്? ജ്വല്ലറി അല്ലെ? ജ്വല്ലറി ആരുടെ നിന്നാണ് കിട്ടിയേക്കുന്നത്? നെഫ്യൂ. നെഫ്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? റിലേറ്റീവ് ഡെഫിനിഷൻ വരുന്നതാണ് നെഫ്യൂ. നെഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വലിന്റെ ബ്രദറിന്റെ സൺ അല്ലെ? ബ്രദറും സിസ്റ്റേഴ്സും വരാറുണ്ട്. ബ്രദറിന്റെ സണ്ണ് വരുമോ റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ? വരുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഇത് രണ്ടും കിട്ടിയിരിക്കുന്ന എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടി ഫോർ വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലെ? മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ അല്ലേ കിട്ടിയിരിക്കുന്നത്? സോ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 100 ഷെയർസ്. അതിന്റെ വാല്യൂ എത്രയാണ്? 100 per share. ദാറ്റ് മീൻസ് വരുന്നുണ്ട് ഒരു 10,000 വരുന്നുണ്ട് ഷെയർസിന്റെ. അതേപോലെ ജ്വല്ലറിയുടെയും ഫെയർ മാർക്കറ്റ് വാല്യൂ 45,000 ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസേൺ അഗ്രിഗേറ്റ് ഉണ്ടോ? പ്രീവിയസ് ഇയറിൽ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടിയതിന്റെ അഗ്രിഗേറ്റ് ശരിക്കും എത്ര വരുന്നുണ്ട്? 55,000. സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ഇത് 10,000 എടുക്കും, 50,000 കുറവാണ് ഒഴിവാക്കും. ഇത് 45,000 50,000 കുറവാണ് ഒഴിവാക്കും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടിയതിന്റെ എല്ലാം ഫെയർ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ച് ആ അഗ്രിഗേറ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ if it exceeds 50,000 then entire amount 50,000 will be taxable. Clear ano? Yes, sir. ക്ലിയർ ആണ്. So 45,000 taxable ആണ്. Then ഇതിന്റെ ആൻസർ എന്ന് പറയാം. കർത്ത Krishan HUF gifted a car to son of Karta for achieving good marks in so and so. എന്താണ് ഗിഫ്റ്റ് ചെയ്തത്? കാർ വരുന്നുണ്ടോ? പ്രോപ്പർട്ടി ഡെഫിനിഷൻ വരുന്നുണ്ടോ? ഇല്ല വരില്ല. സോ പിന്നെന്താണ്? അതുകൊണ്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ്ഡ് ആണ് അട്രാക്ട് ചെയ്തില്ല. Car is not a property, not covered under the definition of property. Therefore, no taxation under section 56 subsection 2 clause 10. So this is the shares property definition. Okay, sir.
Next question. Clear on that question? And Yes, sir. Next question. Mr. H, a property dealer, sold building in the course of business to his friend R, who is a dealer in automobiles spare part, for rupees 90 lakhs on 1/1/2022. The stamp duty value was rupees 1,50,000. The agreement was, however, ended on 1/9/2021 when the stamp duty value was 140 lakhs. Mr. Hari received a down payment of rupees 15 lakhs by a crossed check from R on the date of agreement. By a crossed check on the date of agreement. Discuss the tax implication in the hands of Hari and Rajesh, assuming that Mr. Hari has purchased the building for rupees 75 lakhs on 12th July 2022. Would your answer be different if Hari was a share broker instead of property dealer? So, nallൊരു question ആണ്. പക്ക തിയറി നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി കംപ്ലീറ്റ്, അതായത് 2 ചാപ്റ്റർ 3 ചാപ്റ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന തിയറി കംപ്ലീറ്റ്. സോ ഇവിടെ 2 ആൾക്കാരാണുള്ളത്. ഹരി പ്രോപ്പർട്ടി ഡീലർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രോപ്പർട്ടി ഡീലർ ഹരി property dealer, then ആരാണ്? രാജേഷ്, ഡീലർ ഇൻ ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്ട്. ദാറ്റ് മീൻസ് അയാൾക്ക് ഒരിക്കലും ഈ ഹരി പ്രോപ്പർട്ടി ഡീലർ സോൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും അയാളുടെ എന്താകത്തില്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകത്തില്ല. സോ ഹരി പ്രോപ്പർട്ടി ഡീലർ ആണെങ്കിൽ സോ ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 43CA. 43CA. സോ ഇയാളുടെ പ്രോപ്പർട്ടി ഡീലർ ആണെങ്കിൽ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിരിക്കും അല്ലെ? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിരിക്കും. ദെൻ ആ കേസിലും കൺസിഡറേഷൻ എന്താണ്? 110% കൂടുതലാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടിയെക്കാട്ടിലും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 110%-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ എന്തെടുക്കണം? കൺസിഡറേഷൻ എടുക്കാൻ പറ്റത്തില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിൽ ബി ടേക്കൺ ആസ് കൺസിഡറേഷൻ. ഇവിടെ ഒന്ന് നോക്കാം. ഹരി who dealer in automobiles rupees 90 lakh sold a building. എത്രയാണ് വിറ്റിരിക്കുന്നത്? 90 lakhs ആണ് on 1/1/2020. Stamp duty value is 150 lakhs. However, entered in 1/9/2021. Stamp duty value as on the date is 15. Stamp duty value as on date is 140 lakhs. 140 lakhs. Okay. So, Mr. Hari received a down payment of 15 lakhs by crossed check. Hari purchase ചെയ്തതിനാണ് 75 lakhനാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. സോ അയാള് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എഗ്രിമെന്റ് ഡേറ്റിൽ, അത് ക്രോസ്ഡ് ചെക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എഗ്രിമെന്റ് ഡേറ്റിൽ എടുക്കണോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡേറ്റിൽ എടുക്കണോ? Registration date. ബിക്കോസ് ക്രോസ്ഡ് ചെക്ക് എന്തായിട്ട് കൂട്ടില്ല, അക്കൗണ്ട് പേ ചെക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ എനി അതർ ഇലക്ട്രോണിക് മോഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്തല്ല? അക്കൗണ്ട് പേ ചെക്ക് അല്ല. അതുകൊണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നത്തെ എടുക്കണം? രജിസ്ട്രേഷൻ ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്? rupees 150 lakhs അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. yes, sir. Okay. So അയാൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഇനി എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എത്രയാണ്? ആക്ച്വൽ കൺസിഡറേഷൻ rupees 90 lakhs. So 90 lakhsന്റെ 110% എടുത്താൽ എത്ര വരത്തുള്ളൂ? 99 lakhs. So that means stamp duty value greater than 110% of consideration അല്ലേ? അല്ലേ? Yes, sir. So ഏതെടുക്കും? 43CA പ്രകാരം കൺസിഡറേഷൻ, ഡീംഡ് കൺസിഡറേഷൻ 90 lakh ആണോ 150 lakh ആണോ? 150 lakh. 150 lakhs. Clearly?
Yes, sir. Yes, sir. Then നമുക്കുണ്ടോ ഇത് ഇയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയതുകൊണ്ട് നമ്മൾ 43 CA എടുത്ത അല്ലെങ്കിൽ 50 CA നമ്മൾ എടുക്കേണ്ടത്. സോ 43 CA എടുത്തു. സോ 150 lakh എന്ന് പറയുന്ന അല്ല ഡീംഡ് കൺസിഡർ. ഇതിൽ നിന്ന് ബിസിനസ് ആകുമ്പോഴത്തേക്കും എന്ത് കുറയ്ക്കാം? പർച്ചേസ് അല്ലെ, പർച്ചേസ് പ്രൈസ് എത്രയാണ്? പർച്ചേസ് പ്രൈസ് എത്രയാണ് അയാൾ പർച്ചേസ് ചെയ്തത്? 75 ലക്ഷത്തിനാണ് 2020 പർച്ചേസ് ചെയ്തത്. സോ 75 lakhs. ഇത്രയായിട്ടും അയാളുടെ പ്രോഫിറ്റ് അണ്ടർ PGBP അയാളുടെ ഇൻകം എത്ര വരും? PGBP ഇൻകം എത്ര വരും? 75 lakhs. സോ ഇവിടെ കൊണ്ടുപോയിട്ട് ഇൻഡെക്സേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കുകയും ചെയ്തത്. ബിക്കോസ് ഏത് സെക്ഷനാണ്? 43 CA. 43 CA അതായത് PGBP ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഓക്കെ അല്ലേ? Yes. അടുത്തത് രാജേഷിന്റെ കയ്യിൽ. രാജേഷിന് എന്ത് കിട്ടി? എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? രാജേഷിന് എങ്ങനെ കിട്ടി? ഒരു പ്രോപ്പർട്ടി അല്ലെ, പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് എന്താണ്? ബിൽഡിംഗ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ ആണോ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണോ? സോ രാജേഷ് എത്ര രൂപ കൊടുത്താണ് വാങ്ങിച്ചത്? എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 90 lakhs. 90 lakhs അല്ലെ. സോ 90 lakhsനാണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈ പറഞ്ഞ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്ര ഉണ്ട്? 1,50,000. 150 lakhs അല്ലെ. 150 അല്ലേ? 150 lakhs. 150 lakhs. സോ ഇവിടെയും നമ്മള് എന്ത് നോക്കണം അല്ലെ? സോ ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടിയിരിക്കുന്നു കൺസിഡറേഷന്റെ 110%. 110%. അതിനെക്കാട്ടിലും ഗ്രേറ്റർ അല്ലേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ? 110% എത്ര വരത്തുള്ളൂ? 99 lakhs അല്ലേ വരത്തുള്ളൂ. ദെൻ ഇവിടെ നമ്മൾ ടാക്സ് ചെയ്യുന്ന എന്താണ്? IFOSൽ വരുന്നത് എന്തായിരിക്കും? ഡിഫറൻസ് അല്ലെ. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്താണ്? മൈനസ് കൺസിഡറേഷൻ. ആ ഡിഫറൻസ് greater than 50,000 ആണെങ്കിൽ entire difference will be taxed under IFOS. So ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്? 150 lakhs അല്ലേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. കൺസിഡറേഷനോ 90 lakhs. So ഡിഫറൻസ് എത്ര വരും? 60 lakhs. Entire 60 lakhs will be taxed under IFOS. Clear ആണോ? Yes, sir. ക്ലിയർ ആണ്. ഇനി ഒരു കഴിഞ്ഞിരിക്കുന്നു. വുഡ് യുവർ ആൻസർ ബി ഡിഫറെന്റ് ഇഫ് ഹാരി ഈസ് എ ഷെയർ ബ്രോക്കർ ഇൻസ്റ്റെഡ് ഓഫ് പ്രോപ്പർട്ടി ഡീലർ? സോ പ്രോപ്പർട്ടി ഡീലർക്ക് പകരം അയാൾ ഷെയർ ബ്രോക്കർ ആണെങ്കിൽ 43 CA അട്രാക്ട് ചെയ്തില്ല. ഷെയർ ബ്രോക്കർ ആകുമ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. സോ അവിടെ ഏത് സെക്ഷൻ അട്രാക്ട് ചെയ്യും? 50C അല്ലെ? 50C കറക്റ്റ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി ഡീലർ അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിരിക്കില്ല. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലാത്തതെല്ലാം നമുക്ക് എന്തിനകത്ത് പെടുത്താം? ക്യാപിറ്റൽ അസറ്റ് അല്ലെ. ബിൽഡിംഗ് അല്ലേ? ക്യാപിറ്റൽ അസറ്റ് അല്ലേ? സോ ക്യാപിറ്റൽ അസറ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനേക്കാൾ കുറച്ച് വിട്ടാൽ ഏത് സെക്ഷനാണ് അട്രാക്ട് ചെയ്യുന്നത്? 50C ആണ്. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയുണ്ട്? 150 lakhs. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. എന്നാണ് ഇയാൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്? 12th July 2020. എന്നാണ് ഇത് വിട്ടിരിക്കുന്നത്? 1/1. സോ എന്താണ്? 24 months ഹെൽഡ് ചെയ്തിട്ടുണ്ടോ?
സോ 12th July 2022 ആകുമ്പോൾ അല്ലെങ്കിൽ 11th July 2022 ആകുമ്പോഴല്ലേ 24 months ആവുള്ളൂ. Yes, sir. സോ 24 monthsൽ താഴെയാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ? Short term capital asset. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ നമുക്ക് എന്തില്ല? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. സോ അയാൾ വാങ്ങിച്ച കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര തന്നെ എടുക്കാം? 75 lakh എടുക്കാം. സോ ഇവിടെ ഉണ്ടോ 150ൽ നിന്ന് 75 കുറച്ച് 75 lakh എന്തായിട്ട് കാണിക്കണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ PG ഉണ്ടോ? അയാള് എന്താണ്? ഡീലർ, പ്രോപ്പർട്ടി ഡീലർ ആയിരുന്നെങ്കിൽ PGBPയിൽ വരേണ്ടിയിരുന്ന ഇൻകം നമ്മൾ പ്രോപ്പർട്ടി ഡീലർ അല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് എവിടെ കാണിക്കണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇവിടെ എന്താണ്? അയാൾ ഞാൻ വാങ്ങിച്ച ആൾ എന്ത് ചെയ്താലും എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? 150 ലക്ഷം സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി എനിക്ക് എത്ര രൂപ കിട്ടി? ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ ആയിട്ട് 90 lakh കിട്ടി. ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുമോ? രാജേഷിന്റെ കേസിൽ വരുമോ ഇല്ലയോ? രാജേഷ് എന്താണ് വാങ്ങിച്ചത്? ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി വാങ്ങിച്ചു 90 lakh. സോ വാങ്ങിച്ചത് ആരും ആയിക്കോട്ടെ, അയാൾക്ക് 90 ലക്ഷത്തിന് കിട്ടി. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയുണ്ട്? 150 lakh. ദാറ്റ് മീൻസ് എനിക്ക് ഒരു പ്രോപ്പർട്ടി ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടിയാൽ ആ ഡിഫറൻസ് ഞാൻ എന്തിൽ കാണിച്ചോണം? IFOS. ഇയാൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമോ? അതായത് ഹരിയുടെ ബിസിനസ് മാറുന്ന അനുസരിച്ച് രാജേഷിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. Will not be any difference. ഇയാൾക്ക് എന്ത് കിട്ടി? എന്തോ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ ഇമ്മൂവൽ പ്രോപ്പർട്ടി എന്താണ്? വിത്തൗട്ട് കൺസിഡറേഷൻ അല്ല, ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടി. അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കണ്ടോ, ഹരിയുടെ കേസിൽ എന്താണ്? പ്രോപ്പർട്ടി ഡീലർ ആയിരുന്നപ്പോ PGBP ഇൻകം ആയിരുന്നത്. പ്രോപ്പർട്ടി ഡീലർ അല്ലെങ്കിൽ എന്തിലോട്ട് മാറും? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത്. സോ ഇവിടെ നമുക്ക് ലോങ് ടൈം ആയിരുന്നെങ്കിൽ ഇൻഡെക്സേഷൻ കിട്ടിയേനെ. ബട്ട് ഇവിടെ ലോങ് ടൈം അല്ലാത്തതുകൊണ്ട് നമുക്ക് സെയിം ഫിഗർ എന്തായിട്ട് കിട്ടി? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ബട്ട് രാജേഷിന്റെ കേസിൽ എന്താണ്? നോ ഡിഫറൻസ്. എന്താണ്? സെയിം എന്ത് കിട്ടും? 60 lakh will be taxed under IFOS. because രാജേഷിന്റെ കേസിൽ എന്താണ്? 150 lakh സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ള ഒരു മൂവബിൾ പ്രോപ്പർട്ടി എന്തിനു കിട്ടി? 90 lakh കിട്ടി. എന്ത് തന്നെ വരും? IFOSൽ ടാക്സ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. ക്ലിയർ ആണ്. ഡൗട്ടുണ്ടോ? ക്ലിയർ ആണോ? Next one. Interest on enhanced compensation received by Mr. G. Interest on enhanced compensation received by Mr. G during the previous year 21-22. നമ്മുടെ previous year ലാണ് കിട്ടിയിരിക്കുന്നത് compensation 5 lakhs. So interest ആയിട്ട് എത്ര കിട്ടി? 5 lakh കിട്ടി. Interest on compensation കിട്ടി. Out of this interest 1,50,000 relates to 2017-18, 1,65,000 relates to 2018-19, 185 relates to 19-20. So ഏത് ഇയറുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കോമ്പൻസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യും. പക്ഷേ എന്താണ് ഒരു ബെനിഫിറ്റ് ഉള്ളത്? ഉണ്ടോ? ഇത് പല വർഷങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടിയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അണ്ടർ സെക്ഷൻ 57 എന്തെടുത്തോ? പകുതി 50%. 2,50,000 will be allowed as deduction. That means remaining 2,50,000 will be taxed as IFOS in the year of receipt. That means നമ്മുടെ previous year 21-22 assessment year 22-23 IFOS 5 ലക്ഷം ടാക്സ് ചെയ്യത്തിൽ എത്ര വരത്തുള്ളൂ? അതിന്റെ പകുതി 57 ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് പകുതി 2,50,000 ടാക്സ് ചെയ്യത്തുള്ളൂ. ക്ലിയർ? Yes, sir. സോ ഏതായിരുന്നു? സെക്ഷൻ 56 subsection 2 clause 8. സോ ക്ലോസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ആദ്യത്തെ ഡിവിഡൻഡിൻ്റെത്, ദെൻ ഇൻട്രസ്റ്റ് കിട്ടുന്നതിന്റെ, ക്യാഷ് ഇൻകത്തിൻ്റെത്, ഗിഫ്റ്റിന്റെ 10 ആണ്.
സോ അതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് എഴുതാനില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നോർമലി ഇത് പഠിച്ചിട്ട് ഈ 57 പഠിച്ചിട്ട് വന്നിട്ട് ഇത് കുറച്ച് ആൻസർ എഴുതും. സോ നമ്മുടെ ആൻസർ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് എഴുതാൻ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ആ സെക്ഷൻ ഏതാണ്? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം കിട്ടുന്നത് എന്താണ്, ഏത് പ്രീവിയസ് ഇയർ ആണോ ആ പ്രീവിയസ് ഇയർ IFOSൽ ചാർജ് ചെയ്യും. സോ ചാർജ് ചെയ്താൽ നമുക്ക് എന്താണ് 57 പ്രകാരം മൊത്തം ടാക്സ് ചെയ്യേണ്ട, അതിൽ പകുതി ഡിഡക്ഷൻ ആയിട്ട് തരും, ബാക്കിയുള്ള പകുതി മാത്രം ടാക്സ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ അത് നമുക്ക് പെർഫെക്ഷൻ ആക്കാവുന്നത് അതർ സോഴ്സിൽ ചെയ്യാവുന്ന ഏക കാര്യം ക്ലോസ് കൂടെ നോട്ട് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, എക്സാമിനെ ക്ലോസും കൂടെ എഴുതാം. നെക്സ്റ്റ് വൺ, examine under which head following income is taxable. Rental income in case of property held as stock in trade. എന്തായിരിക്കും? Rental income in case of property held as stock in trade for 3 years. Income under house. Income under no house property, any property എന്നാണ് പറയുന്നത്. സോ അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റാൽ കിട്ടിയാൽ എവിടെ വരും? PGBP വരും. പക്ഷേ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് എനിക്ക് സോ എന്താണ്, ബിൽഡിംഗ് വിൽക്കുന്നതാണ് എന്റെ ബിസിനസ്, പക്ഷെ അത് വിറ്റ് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റെന്റിന് കൊടുത്തു. റെന്റിന് കൊടുത്ത് ഇൻകം ഉണ്ടായാൽ എന്താണ്, ഏത് പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റൽ ഇൻകം കിട്ടിയാലും എവിടെ ടാക്സ് ചെയ്യത്തുള്ളൂ? ഹൗസ് പ്രോപ്പർട്ടിയിൽ. ക്ലിയർ അല്ലേ? Dividend on shares. Clear. Dividend on shares in case of dealer in shares. സോ ഞാൻ ഷെയർ ഡീലർ ആണെങ്കിൽ അത് ഷെയർ വിറ്റ് കിട്ടുന്നല്ലേ PGBP വരേണ്ടത് അല്ലേ? ഷെയർ വാങ്ങിച്ചു, വിറ്റു, ആ ഡിഫറൻസ് അല്ലേ PGBP വരേണ്ടത്. ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ എവിടെ വരത്തുള്ളൂ? എനി ഡിവിഡൻഡ്, ഇന്ത്യൻ കമ്പനിയിൽ നിന്നോ ഫോറിൻ കമ്പനിയിൽ നിന്നോ കിട്ടുന്ന ഡിവിഡൻഡ് എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? IFOS. ഓക്കെ, സോ തെറ്റിക്കാൻ വേണ്ടിയാണ് ഡീലറിന് ഷെയർ തന്നിരിക്കുന്നത്. ഷെയർ വാങ്ങിച്ചു, വിറ്റു, ആ ഡിഫറൻസ്, ആ ഇൻകം ആണെങ്കിൽ പറയാം PGBP എന്ന് പറയാം. പക്ഷേ ഷെയർസിന് അഗൈൻസ്റ്റ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ഓൺലി അണ്ടർ ദ ഹെഡ് PGBP. Salary received by a partner from his firm. സോ ഫേമും പാർട്ട്ണർ തമ്മിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആണോ? അല്ല. സോ ഫേം സാലറി കൊടുത്താൽ PGBP-യില് ഡിഡക്ഷൻ ആയിട്ടേ കാണിക്കുള്ളൂ. നമ്മൾ 40B കണ്ടുപിടിച്ചു. ഓക്കെ, സോ PGBP-യിലാണ് അട്രാക്ട് ചെയ്യുന്നത്. റെന്റൽ ഇൻകം ഫ്രം മെഷീനറി. റെന്റൽ ഇൻകം ഫ്രം മെഷീനറി എവിടെയായിരിക്കും? ഈ മെഷീനറി റെന്റിന് കൊടുക്കുന്നതാണ് എന്റെ ബിസിനസ് എങ്കിൽ എവിടെ അട്രാക്ട് ചെയ്യും? മെഷീനറി റെന്റിന് കൊടുക്കുന്നതാണ് എന്റെ ബിസിനസ് എങ്കിൽ PGBP-യില്. ഓക്കെ, സോ അങ്ങനെ ഒരു ബിസിനസ് എനിക്കില്ല, അങ്ങനെയാണെങ്കിൽ എവിടെ അട്രാക്ട് ചെയ്യും? IFOS. ക്ലിയർ അല്ലേ? Winnings from lottery. No, by a person having same as business activity. സോ ലോട്ടറി വിൽപ്പനയാണ് അയാളുടെ ബിസിനസ്. അയാളുടെ ലോട്ടറിയുടെ അയാളുടെ അടുത്ത ലോട്ടറി അടിച്ചു, അയാളുടെ ബിസിനസ് ഇൻകം ആണോ IFOS ആണ്? സോ വിന്നിങ്സ് ഫ്രം ലോട്ടറി ഇസ് എ കാഷ്വൽ ഇൻകം. അയാൾക്ക് സെയിം സോർട്ട് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിലും അയാൾക്ക് എന്തായിരിക്കും? അത് IFOS തന്നെയാണ്. സോ ദാറ്റ് മീൻസ് അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡിന് ഒരിക്കലും എന്തടിക്കില്ല? വിന്നിങ്സ് അടിക്കില്ല. സ്റ്റോക്ക് ഇൻ ട്രേഡ് വിറ്റ് പോകാനേ പറ്റുള്ളൂ. സോ അയാള് ബിസിനസ് ഉണ്ട്, ബട്ട് അയാൾ എടുത്ത ലോട്ടറിക്ക് അടിച്ചാൽ മാത്രമേ വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്താണ്? കാഷ്വൽ ഇൻകം ആണ്. കാഷ്വൽ ഇൻകം എവിടെ ടാക്സ് ചെയ്യത്തുള്ളൂ? ബിസിനസ്സിലല്ല. സാലറി പേയബിൾ ടു മെമ്പർ ഓഫ് പാർലമെന്റ്, MP, IFOS. Receipts without consideration. Receipt without consideration. So അതൊരു പ്രോപ്പർട്ടി ആകണം. പ്രോപ്പർട്ടി ആണെങ്കിൽ എവിടെ ടാക്സ് ചെയ്യും? IFOS അല്ലേ?
In case of retirement, interest on employees' contribution if provident fund is unrecognized. IFOS. So നമ്മൾ സ്റ്റഡിയിൽ ഡിസ്കസ് ചെയ്താണ്, ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്താണ് provident funds case. The last one, rental income in case of person engaged in business of letting of properties. Property റെന്റിന് കൊടുക്കുകയാണ്, അയാളുടെ ബിസിനസ് എങ്കിൽ അയാളുടെ റെന്റൽ ഇൻകം എവിടെ വരും? PGBP അല്ലെ. നമ്മൾ സെക്ഷൻ 22 ഡിസ്കസ് ചെയ്താണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഇത് നമുക്കുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കയറി വരാം. ഇങ്ങനെയുണ്ട്, വിന്നിങ്സ് ഫ്രം ലോട്ടറി ബൈ എ പേഴ്സൺ ഹാവിംഗ് സെയിം ബിസിനസ് ആക്ടിവിറ്റി. സോ ഇവിടെ കൊണ്ട് കണ്ടമാനം നോട്ട് എഴുതി വെച്ച് കുളവാക്കരുത്. സോ സെയിം ബിസിനസ് ആക്ടിവിറ്റി ആയതുകൊണ്ട് അയാളുടെ ബിസിനസിന് കിട്ടുന്ന ഇൻകം ആണ്, അതുകൊണ്ട് BGP-ലാണെന്ന് എഴുതി വെക്കരുത്. വിന്നിങ്സ് ഫ്രം ലോട്ടറി എങ്ങനെയാണെങ്കിലും ഇറ്റ് ഈസ് എ കാഷ്വൽ ഇൻകം. 56 സബ്സെക്ഷൻ 2 പ്രകാരം എവിടെ ടാക്സ് ചെയ്യത്തുള്ളൂ? IFOS-ലെ ചാർജ് ചെയ്യത്തുള്ളൂ. Then next one. So the answer പറയാവോ? Examine whether the following are chargeable in the tax and amount liable to tax. A sum of rupees 1,20,000 was received as a gift from a non-relative by Raj on the occasion of marriage of his son Praveen. Taxable ആണ്. Taxable ആണ് അല്ലെ. സോ എന്തുകൊണ്ടാണ്? മാരേജ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. സോ ഇത് പ്രവീണായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് എടുക്കായിരുന്നു. A sum received as gift from a non-relative by Raj. So രാജിന് കിട്ടി on the occasion of marriage of his son Praveen. So that means എന്താണ്? അയാളുടെ ഇൻഡിവിജ്വലിന്റെ ഉണ്ടോ? സോ മാരേജ് എന്ന് കണ്ട ഉടനെ നോട്ട് ടാക്സബിൾ എന്ന് എഴുതരുത്. സോ ഇൻഡിവിജ്വലിന്റെ മാരേജിന്റെ ഒക്കേഷനിലാണെങ്കിൽ മാത്രമേ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യാതിരിക്കുള്ളൂ. സോ ഇവിടെ എന്താണ്? ടാക്സബിൾ. സിൻസ് amount received exceeds 50,000 and it was received from a non-relative, therefore taxable. Then second one, interest on enhanced compensation of 96,000 received on 12/3/2022 for acquisition of urban land, of which 40% relates to previous year. കാര്യമുണ്ടോ? ഏത് ഇയറിലാണെങ്കിലും കിട്ടുന്ന വർഷം എന്താണ്? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം ടാക്സബിൾ ആണ്. പക്ഷെ എത്ര ടാക്സബിൾ ആകത്തുള്ളൂ? 50%. 50%. That means 48,000. സോ അത് എഴുതി കാണിക്കണം. 57 പ്രകാരം 50% ഡിഡക്ഷൻ കിട്ടും. therefore taxable ആണ്. അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് പഠിക്കണം. 8 ആണ്. 8 പ്രകാരം എന്താണ്? 96,000 ഏത് പ്രീവിയസ് ഇയർ ആണോ, പക്ഷെ എന്താണ്? 57 പ്രകാരം അണ്ടർ സെക്ഷൻ 57 അതിന്റെ പകുതി 50%. സോ 96,000 പകുതി 48,000 കുറച്ച് ബാക്കിയുള്ള 48,000 എവിടെ വരും? ടാക്സബിൾ അണ്ടർ IFOS. ഓക്കെ അല്ലേ? Yes, sir. നെക്സ്റ്റ് വൺ. On 10/10/2021, Mr. G, a bank received 5 lakh towards interest on enhanced compensation from state government in respect of compulsory acquisition of his land during financial year 14-15. Out of this interest, 1,50,000 relates to financial year so and so, 1,66,65, 1,85,000 financial year so and so. He incurred rupees 50,000 by way of legal expense to receive interest on such enhanced compensation. How much interest on enhanced compensation would be chargeable to tax in the assessment year 22-23? സോ ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ കിട്ടിയാൽ ഏത് പ്രീവിയസ് ഇയറിലാണ് ടാക്സ് ചെയ്യുന്നത്? അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം ഏത് പ്രീവിയസ് ഇയറിലാണ്? ഏത് ഇയറുമായിട്ട് റിലേറ്റഡ് ആണെങ്കിലും ആക്ച്വൽ റിസീവ് ചെയ്യുന്ന പ്രീവിയസ് ഇയറിലല്ലേ? എത്രയാണ് റിസീവ് ചെയ്യുന്ന എമൗണ്ട്? 5 lakh. ദെൻ പറഞ്ഞിരിക്കുന്നു ഈ 5 lakh കിട്ടാനായിട്ട് എനിക്ക് എന്ത് കിട്ടി? ഒരു ലീഗൽ എക്സ്പെൻഡിച്ചർ. സോ ലീഗൽ എക്സ്പെൻഡിച്ചർ ഒക്കെ നമ്മൾ എവിടെയാണ് കുറയ്ക്കുന്നത്? കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ അത് കിട്ടാൻ വേണ്ടി. സോ ഇൻട്രസ്റ്റിന്റെ കേസിലെ പ്രീവിയസ് ഇയറിൽ ഒരേ ഒരു ഡിഡക്ഷനേ ഉള്ളൂ. 57 എത്രയാണോ കിട്ടുന്നത് അതിന്റെ പകുതി എടുത്തോ. പിന്നെ വേറെ എക്സ്പെൻഡിച്ചർ നിങ്ങൾ ഇതിൽ പറഞ്ഞു വരരുത്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അണ്ടർ സെക്ഷൻ
57 എത്ര കിട്ടും? 50%, 2,50,000. So that means എന്താണ് remaining 2,50,000. ഇതിൽ നിന്ന് പിന്നെ ഒരു 50 കുറയ്ക്കാന്ന് വിചാരിക്കരുത്. ഈ പറയുന്ന 50,000 എന്താണ്? Not allowed as deduction in case of interest. Clear ആണോ? Yes, sir. Yes, sir. സോ ഓൾറെഡി പകുതി തന്നേക്കുവാണ്. പിന്നെ വേറെ എക്സ്പെൻഡിച്ചർ ഞാൻ ലീഗലെ ഞാൻ വക്കീലിനെ വെച്ച് വാദിച്ചു, അതൊക്കെ എവിടെ കുറച്ചോ? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചോ? അവിടെ എന്താണ്? അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാണ്. ബട്ട് എന്ത് കുറയ്ക്കാം? ഈ പറയുന്ന ലിറ്റിഗേഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ലീഗൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചോ. പക്ഷെ ഒരു കാരണവശാൽ നിങ്ങൾ എന്തിലും കുറയ്ക്കാൻ വരണ്ട. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതിന്റെ പകുതി കുറയ്ക്കാന്നുള്ള പ്രൊവിഷൻ ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ എക്സ്പെൻഡിച്ചർ ഒന്നും പറഞ്ഞു വരണ്ട, തരത്തില്ല. Yes, sir. Clear. Following details have been furnished by Mr. H, sorry, Mrs. H, pertaining to the year so and so. Cash gift of 51,000 received from her friend on the occasion of Shashti Abdabhuti, a wedding function celebrated on her husband completing 60 years of age. This was also 25th wedding anniversary. Taxable ആണോ അല്ലയോ? ആണ്. 51,000 ആണ്, exceeds 50,000 അല്ലേ? On the occasion, on the above occasion, a diamond necklace worth rupees 2 lakh was presented by her sister living in Dubai. അത് റിലേറ്റീവിന്റെ അടുത്ത് കിട്ടിയതല്ലേ? പ്രോപ്പർട്ടിയില് വരുന്നില്ല. സോ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. സോ സിസ്റ്റർ ദുബായിലാണെന്ന് നോക്കണ്ടോ? സോ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടില്ല. സോ റിലേറ്റീവിന്റെ കിട്ടുന്ന ഡയമണ്ട് നെക്ലേസ് ജ്വല്ലറി അതെന്താണ്? എക്സംപ്റ്റഡ് ആണ് എത്ര ഉണ്ടെങ്കിലും. സോ നോട്ട് ടാക്സബിൾ. ഇവിടെ ടാക്സബിൾ. ദെൻ തേർഡ് വൺ. When she celebrated daughter's wedding, 21 to 22, her friend assigned Mrs. H a fixed deposit held by said friend in a scheduled bank. The value of fixed deposit accrued and accrued interest on the said date was 52,000. ഇവിടെ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്താൽ വരുന്നില്ല എന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇതെന്താണ്? സം ഓഫ് മണി ആയിട്ട് എടുത്തിട്ട് ടാക്സബിൾ ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ രണ്ട് വ്യൂവും നമുക്ക് എടുക്കാം. രണ്ട് വ്യൂവും കറക്റ്റ് ആണ്. സോ നമുക്ക് നോർമലി അസസ് എന്തായിരിക്കും എടുക്കുക? 52,000 ക്യാഷ് ആയിട്ടാണോ കിട്ടിയത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഫോർ സം ഓഫ് മണി, അല്ലെങ്കിൽ മണിയുടെ ക്യാഷ് കിട്ടി എന്ന രീതിയിൽ എടുക്കണ്ട. ദാറ്റ് മീൻസ് പ്രോപ്പർട്ടി അല്ല, മണിയുടെ ഡെഫിനിഷനിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് എന്താണ്? എക്സംപ്റ്റ് ചെയ്യാം. സോ പ്രോപ്പർട്ടി, ബിക്കോസ് പ്രോപ്പർട്ടിയുടെ മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലും വരുന്നില്ല അത്, ദെൻ മണി ക്യാഷ് എന്ന രീതിയിലും വരുന്നില്ല, അതുകൊണ്ട് എക്സംപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് മണി റിസീവ്ഡ് ആയിട്ട് എടുക്കാം 52,000. സോ എൻ്റയർ 52,000 വിൽ ബി ടാക്സ്ഡ്. അങ്ങനെയും എടുക്കാം. ക്ലിയർ ആണോ? സോ ഇതുപോലെ FD ഫണ്ട് കിട്ടുകയാണെങ്കിൽ എന്താണ്? രണ്ട് രീതി എടുക്കാം. ബട്ട് നമ്മൾ ടാക്സ് ചെയ്യാത്ത രീതി എടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് ഈ പറയുന്ന നമുക്ക് തന്ന ആളുടെ സോഴ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് കവേർഡ്. സോ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ മൂവബിളോ ഇമ്മൂവബിളോ ഉള്ള പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ വരുന്നില്ല. എനിക്ക് ക്യാഷ് ആയിട്ടൊട്ട് കിട്ടിയിട്ടില്ല. സോ മണി റിസീവ്ഡിന്റെ ഡെഫിനിഷനിൽ വരത്തില്ല, ഇതിന്റെ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ വരില്ല. അതുകൊണ്ട് എനിക്കിത് ടാക്സ് ചെയ്യേണ്ട എന്ന വ്യൂ എടുത്താൽ, സോ അതേപോലെ ഹ്യൂജ് എമൗണ്ട് ഒക്കെയാണ് കിട്ടുന്നെങ്കിൽ എന്ത് നോക്കും? തന്ന ആളുടെ സോഴ്സും കാര്യങ്ങളൊക്കെ അതോറിറ്റി ചെക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് കിട്ടുന്ന ആൾക്ക് എന്താണ്? രണ്ട് വ്യൂ വേണമെങ്കിൽ എടുക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. Last question. Mr. B transferred 500 shares of R Limited to Mrs. B Company on 10/10/2021 for rupees 3 lakhs when market price was 5 lakhs. The indexed cost of acquisition of shares of Mr. B computed at 4,45,000. The transfer was not subject to security transaction tax. Income chargeable in the hands of so and so. So first question നോക്കാം.
ഫസ്റ്റ് പാർട്ടിൽ ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. മിസ്റ്റർ ബിയുടെ കേസിലും ചോദിച്ചിട്ടുണ്ട് ഡിറ്റർമിൻ ദ ഇൻകം ചാർജബിൾ ടു ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ്. സോ മിസ്റ്റർ ബിയുടെ കയ്യിലും ചോദിച്ചിട്ടുണ്ട് മിസസ് ബി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. സോ മിസ്റ്റർ ബി എന്താണ് ചെയ്തത് 500 ഷെയർസ് എന്താണ് 3 lakh rupeesന് ട്രാൻസ്ഫർ ചെയ്തു. 3 lakh rupees when market price was rupees 5 lakhs. Indexed cost of acquisition of Mr. B computed 4,50,000. So Mr. Bയുടെ കേസിൽ എന്ത് വരും? മിസസ് ബി ആൻഡ് ബി കമ്പനി ലിമിറ്റഡിന്റെ കേസിൽ എന്ത് വരും? സോ മിസ്റ്റർ ബി എന്തുണ്ടായിരുന്നു? ഷെയർസ് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് അല്ലേ? സോ മിസ്റ്റർ ബിയുടെ ഷെയർസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എത്രയാണ്? ഫുൾ വാല്യൂ കൺസിഡറേഷൻ. സോ സെക്ഷൻ 50CA പ്രകാരം മൂവബിൾ പ്രോപ്പർട്ടി ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ഫെയർ മാർക്കറ്റ് വാല്യൂ വെൻ മാർക്കറ്റ് പ്രൈസ് 50 lakhs. സോ 3 lakh ആണ് കിട്ടിയ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട്? 5 lakh ഉണ്ട്. സോ എന്തെടുക്കും? ഫുൾ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് 3 lakh എടുക്കും, 5 lakh എടുക്കും 50CA പ്രകാരം. സോ 50C ആണെങ്കിൽ ഇമ്മോൾ പ്രോപ്പർട്ടിയുടെ കേസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിന്റെ കേസ്. ബട്ട് 50CA എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്തെടുക്കും? 3 lakh എടുക്കും, 5 lakh എടുക്കും? 5 lakh. സോ 3 lakh എടുക്കും, 5 lakh എടുക്കും? 3 lakh ആണ് കൺസിഡറേഷൻ. സോ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ട്? 5 lakh. സോ ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവ് കാണിച്ചാൽ എന്തെടുക്കണം എന്നാണ് 50CA പറയുന്നത്? ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കണമെന്നല്ലേ? മാർക്കറ്റ് പ്രൈസ്. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എത്ര എടുക്കും? 5 lakhs. ക്ലിയർ അല്ലേ? 3 lakh ആണോ? 50C അല്ല, 50CA. 50C എന്താണ്? ഇമ്മോവൽ പ്രോപ്പർട്ടി ആണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട്. 50CA എന്താണ്? മൂവബിൾ പ്രോപ്പർട്ടി ഷെയർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെടുക്കും? വാല്യൂം കൺസിഡറേഷനും ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് ഏതാണോ ഹയർ അതായിരിക്കും. ഇവിടെ ഹയർ ഏതാണ്? 5 lakh ആണ്. ഇതിൽ നിന്ന് ലെസ് എന്ത് കുറയ്ക്കണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? 4,50,000. സോ എന്ത് വരും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എത്ര വരും? 50,000. എത്രയായിരുന്നു? 4,45,000 അല്ലേ? 4,50,000 ഇല്ല, 4,45,000. സോ 55,000 will be taxed as long term capital gain. അല്ലേ? Yes, sir. സോ കിട്ടുന്ന ആൾക്ക് എന്താണ്? ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടുന്ന ആൾക്ക്. സോ ദാറ്റ് മീൻസ് ബി കമ്പനി ലിമിറ്റഡിന് അണ്ടർ സെക്ഷൻ 52, 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 എത്രയാണ് കിട്ടിയത്? 3 lakhനാണ് കിട്ടിയത്. ആക്ച്വലി എത്ര ഉണ്ടായിരുന്നു? 5 lakh ഉണ്ടായിരുന്നു അല്ലെ? സോ FMV എത്ര ഉണ്ടായിരുന്നു? 5 lakh ഉണ്ടായിരുന്നു. ആക്ച്വൽ കൺസിഡറേഷൻ എത്രയാണ്? കൺസിഡറേഷൻ 3 lakh ഉണ്ട്. ഡിഫറൻസ് എന്താണ്? 2 ലക്ഷം ഉണ്ട്. 2 ലക്ഷം 50,000-നേക്കാൾ കൂടുതലല്ലേ? 50,000 എക്സീഡ് ചെയ്താൽ എന്താണ്? ഡിഫറൻസ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ IFOS. ക്ലിയർ അല്ലേ? സോ entire 2 lakh will be taxed under IFOS. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സെക്കൻഡ് കേസ് നോക്കാം. സോ ഇവിടെ ബിയുടെ കേസിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് മിസസ് ബി കമ്പനി ലിമിറ്റഡിന്റെ കേസ് ആണെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി ഇൻആഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടിയ പോലെ. സോ IFOS ആ ഡിഫറൻസ് എടുത്തു, അത് 50,000 കൂടുതലായിട്ട് ടാക്സ് ചെയ്തു. ഇവിടെ മിസ്റ്റർ സി is an employed in a company with taxable salary of rupees 5 lakh. He received a cash gift of rupees 1,000 from a charitable trust registered under 12AB in December 2021 for meeting his medical expenditure. Is the cash gift so received chargeable from the trust, chargeable to tax? It ആണോ അല്ലയോ? സോ ചാരിറ്റബിൾ 12AA അല്ലെങ്കിൽ 12AB രജിസ്ട്രേഷൻ ഉള്ളവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്?
അണ്ടർ സെക്ഷൻ 12AA അല്ലെങ്കിൽ 12AB രജിസ്ട്രേഷൻ ഉള്ളവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നോ ചാരിറ്റബിൾ അസോസിയേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ എമൗണ്ട് എക്സീഡ് ചെയ്താലും എന്താണ് എക്സംഷൻ ലിസ്റ്റിൽ വരുന്നതാണ്. സോ അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 എന്ന് പറയുന്ന ക്യാഷ് ഗിഫ്റ്റിന്റെ ഡെഫിനിഷനിൽ വരത്തില്ല. നോട്ട് അപ്ലൈ. Therefore എന്ത് വരത്തില്ല? നോട്ട് ടാക്സബിൾ. ക്ലിയർ അല്ലേ? സോ റിലേറ്റീവ് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ്, അതേപോലെ ഗിഫ്റ്റ് ഇൻഹെറിറ്റൻസ്, അതേപോലെ പറയുന്ന ഒരു ഇതാണ്. ചാരിറ്റബിൾ അസോസിയേഷനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ടാക്സ്ഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ഇത്രയാണ് IFOSൽ വരുന്നത്. സോ കംപ്ലീറ്റ് ആ 56 സബ്സെക്ഷൻ 2 ക്ലോസ് ഒന്ന് ഓരോ ക്ലോസും ഏതൊക്കെയാണെന്ന് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രസന്റേഷൻ ആയിരിക്കും. സോ നോർമലി ഇതേപോലുള്ള ക്വസ്റ്റ്യൻ തന്നെ കിട്ടും, മൾട്ടിപ്പിൾ ചോയ്സിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടും. ബട്ട് ആ ഒരു സബ് ക്ലോസ് കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പ്രസന്റേഷൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഫുൾ ക്രെഡിറ്റ് കിട്ടാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ സർ. സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.